Hello students, KEAM examine പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. പരമാവധി എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ്സ് ആൻഡ് മെഷർ. ഹലോ സ്റ്റുഡൻസ്, KEAM examine പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. പരമാവധി എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. എറേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് മാസ് ആൻഡ് സ്പീഡ് ആർ 2% and 3% റെസ്പെക്റ്റീവ്ലി. ദ പെർസെൻറ്റേജ് എറർ ഇൻ കൈനറ്റിക് എനർജി ഈസ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് എനർജിയുടെ ഫോർമുലയും അതുപോലെ തന്നെ എററിൻ്റെ ഓപ്പറേഷനും അറിയാവുന്ന ആർക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. K ഈസ് ഈക്വൽ ടു ½mv². ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് കൈനറ്റിക് എനർജിയിലെ പെർസെൻറ്റേജ് എറർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ റിലേറ്റീവ് എറർ ആയിട്ട് എഴുതുന്നു. ∆K/K ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ഹാഫ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മാസ് ആണ്. മാസിൻ്റെ എറർ ∆m/m പ്ലസ് പിന്നെ വരുന്നത് v² ആണ്. അപ്പോൾ പവർ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ എഴുതണം? 2 × ∆v/v. ശരിയല്ലേ? ഇനി നമുക്ക് പെർസെൻറ്റേജ് എറർ ആണ് വേണ്ടത്, അതായത് ∆K/K × 100%. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലും ∆m/m into 100% plus 2 into ∆v/v into 100%. ശരിയല്ലേ? യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പെർസെൻറ്റേജ് എറർ ഇൻ മാസും തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് എറർ ഇൻ സ്പീഡും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. സോ ∆m/m into 100% മീൻസ് ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ മാസ്. അതെത്രയാണ്? 2% ആണ്. പ്ലസ് 2 into ∆v/v into 100% മീൻസ് പെർസെൻറ്റേജ് എറർ ഇൻ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. അതെത്രയാണ്? 3% ആണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എത്ര വരും? 3 × 2 6 ആണ്. 6 + 2 8 ആണ്. സോ ദ ആൻസർ ഈസ് 8%. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി അല്ലേ? 8%. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വായിക്കാം. എ ബോയ് standing at the top of a tower of 20 meter height drops a stone. 20 meter height ഉള്ള ഒരു ടവർ ഉണ്ട്. ആ ടവറിന് മുകളിൽ ഒരു കുട്ടി നിൽക്കുന്നു. എന്നിട്ട് ഒരു സ്റ്റോൺ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇങ്ങനെ എറിയല്ല ചെയ്തത്, ത്രോ ചെയ്യല്ല ചെയ്തത്, ജസ്റ്റ് ഡ്രോപ്ഡ്. ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ഈസ്. ആ സ്റ്റോണ് ഗ്രൗണ്ടിൽ ചെന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് ഏത് കേസിന് എക്സാമ്പിൾ ആണ്? ഫ്രീ ഫോളിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. എന്താണ് ഇക്വേഷൻ? v ഈസ് ഈക്വൽ ടു √2gh. ശരിയല്ലേ? Yes, this is equal to √2 into g. G means acceleration due to gravity. 9.8 എന്ന് എടുക്കണം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് 10 എന്ന് എടുക്കാം. സോ 10 into h. h എത്ര? h എന്ന് പറയുന്നത് ആ സ്റ്റോൺ താഴേക്ക് കവർ ചെയ്ത ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആണ്? ആ ടവറിന്റെ ഹൈറ്റിന് ഈക്വൽ ആണ്. അത് എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 20 മീറ്റർ. അപ്പം ഞാൻ അവിടെ 20 എന്ന് എഴുതിയാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × 20 20 ആണ്. ഇപ്പം 20 × 20യുടെ റൂട്ട് എടുത്താൽ ആൻസർ എത്ര തന്നെ വരും? 20 വരും. സോ വിത്ത് യൂണിറ്റ് ദ ആൻസർ ഈസ് 20 m/s. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ല. അത് കൈനമാറ്റിക്സ് അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two bodies are projected at angle 30° and 60° to the horizontal with the same speed. The ratio of horizontal range is. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ആൻസർ കണ്ടുപിടിക്കാം. ഒന്ന്
ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി അതിലേക്ക് ഡേറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ റേഞ്ചിന്റെ ഇക്വേഷൻ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ. R = u² sin 2θ/g എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതിയിട്ട് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ വേറൊരു കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് രണ്ട് പ്രൊജക്ടൈലിന്റെയും ഇനീഷ്യൽ സ്പീഡ് സെയിം ആണോ നോക്കുക. ഇനീഷ്യൽ സ്പീഡ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? 2 bodies are projected at angle 30 degree and 60 degree to the horizontal with the same speed. അപ്പൊ രണ്ടുപേരുടെയും ഇനീഷ്യൽ സ്പീഡ് സെയിം ആണ്. ഇനി അവരുടെ റേഞ്ച് എന്തിനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക? ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ബോഡിയുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ θ1 എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. സെക്കൻഡ് ബോഡിയുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ θ2 എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ ഈ രണ്ട് കേസിലും റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് R1ഉം R2ഉം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന രണ്ട് ആംഗിളും കോംപ്ലിമെന്ററി ആംഗിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ആംഗിളിന്റെയും സം എടുക്കുമ്പോൾ 90 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ട്. 30 + 60 എത്രയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെ രണ്ട് ആംഗിളിന്റെ സം 90 ഡിഗ്രി ആണെങ്കിൽ ആ രണ്ട് ആംഗിളിലും പ്രൊജക്ടൈൽ അറ്റൈൻ ചെയ്യുന്ന റേഞ്ച് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, രണ്ട് ആംഗിളിന്റെയും സം 90 ഡിഗ്രി ആണെങ്കിൽ ആ രണ്ട് ആംഗിളിനും കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊജക്ടൈൽ അറ്റൈൻ ചെയ്യുന്ന റേഞ്ച് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ R1ഉം R2ഉം ഈക്വൽ ആയിട്ട് വന്നേ പറ്റൂ. അപ്പൊ R1ഉം R2ഉം തമ്മിലുള്ള റേഷ്യോ എടുക്കാൻ പറഞ്ഞാൽ അവർ ആൻസർ വിൽ ബി R1/R2 = 1. സോ 1:1 എന്നുള്ളതാണ് റേഷ്യോ പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A car moving on a straight road with a speed of 100 m/s. അപ്പോൾ ഒരു കാർ ഉണ്ട്, അതിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീഡ് 100 m/s ആണ്. അപ്പോൾ അത് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലായി. 100 m/s. The distance at which the car can be stopped is. അപ്പോൾ ഈ കാറിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ആ റോഡിൽ എന്ത് അവൈലബിൾ ആയിരിക്കണം? ഫ്രിക്ഷൻ അവൈലബിൾ ആയിരിക്കണം. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഹിന്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടോ? ഉണ്ട്. എന്താ തന്നിരിക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.5. അപ്പൊ ആ ഫ്രിക്ഷൻ ആണ് യഥാർത്ഥത്തിൽ ആ കാറിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. എത്ര ഡിസ്റ്റൻസ് കൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ ഫ്രിക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഈ റോഡിലൂടെ എത്ര ഡിസ്റ്റൻസ് കൂടെ മൂവ് ചെയ്യുമ്പോൾ കാർ സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത് ഏത് കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിഞ്ഞിരിക്കണം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താണ്? u² / 2a. ശരിയല്ലേ? അപ്പോൾ എ ഈ കേസിൽ റിട്ടാർഡേഷൻ ആണ്. ആ റിട്ടാർഡേഷൻ ആരാ കൊടുക്കുന്നത്? ഫ്രിക്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ എയുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടൂ. ഓക്കെ, അപ്പൊ ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ ഫോഴ്സ് ആണ് വേണ്ടത്. അത് ലെവൽ റോഡ് ആണെങ്കിൽ നോർമൽ ഫോഴ്സ് mg ആണെന്നും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ μmg ആണ് ഫ്രിക്ഷൻ. ശരിയല്ലേ? ഇനി ആ ഫ്രിക്ഷൻ കൊടുക്കുന്ന റിട്ടാർഡേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ എയുടെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എടുക്കുക. സോ μmg ഡിവൈഡഡ് ബൈ m എന്ന് വരും. m ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തായി? μg ആയി. ശരിയല്ലേ? ഇനി അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ദിസ് ബിക്കംസ് u² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്ക് പകരം എന്ത് എഴുതണം? μg എന്ന് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ വാല്യൂ യൂസ് ചെയ്താൽ മാത്രം മതി. ദിസ് ഇസ് ഈക്വൽ ടു u². u എത്രയാണ്? u 100 ആണ്. അപ്പൊ u² എന്ന് പറയുമ്പോൾ എത്ര വരും? 10⁴ വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ? 0.5 ഇൻറ്റു g നമുക്ക് 10 ആയിട്ട് എടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതെങ്ങനെ വരും? 0.5 ഇൻറ്റു 2 1 ആണ്. 1 ഇൻറ്റു 10 10 ആണ്. ശരിയല്ലേ? 1 ഇൻറ്റു 10 10 ആണ്. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് എന്താണ്? 10⁴ ഡിവൈഡഡ് ബൈ 10 ആണ്. 10⁴/10 എടുത്താൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. എത്രയാണ് നമ്മുടെ ആൻസർ? 10�3 മീറ്റർ വരും. അതായത് 1000 മീറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് സെലക്ട് ചെയ്യേണ്ടത്, 1000 മീറ്റർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Two masses m1 and m2 are in the ratio 1:4. They are moving with kinetic energy in the ratio 4:1. The ratio of momenta is, അപ്പോൾ രണ്ട് ബോഡി ഉണ്ട്, ആ രണ്ട് ബോഡിയുടെ മാസ് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 1:4. ഓക്കെ, അപ്പോൾ m1 by m2 നമുക്ക് കിട്ടി 1:4. അതുപോലെ രണ്ട് ബോഡിയുടെയും കൈനറ്റിക് എനർജി തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, അത് എത്രയാ? 4:1. സോ k1 by k2 ഈക്വൽ ടു 4/1. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദ റേഷ്യോ ഓഫ് മൊമെന്റ. ആ രണ്ട് ബോഡിയുടെയും മൊമെന്റം തമ്മിലുള്ള റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഓർത്തെടുക്കേണ്ടത്? കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ഓർത്തെടുക്കുക. നമുക്കറിയാം k ഈക്വൽ ടു p സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. അവിടെ നിന്ന് നമുക്ക് പി സ്ക്വയറിന്റെ ഇക്വേഷൻ കിട്ടും. വാട്ട് ഈസ് പി സ്ക്വയർ? പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2mk ആണല്ലോ. യെസ്. അപ്പോൾ ഞാൻ p1 സ്ക്വയർ ബൈ p2 സ്ക്വയർ എടുക്കാൻ പോവാണേ. p1 സ്ക്വയർ ബൈ p2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2m1 k1 ബൈ 2m2 k2 എന്ന് വരും. ശരിയല്ലേ? ഇപ്പൊ 2 ക്യാൻസൽ ആയാൽ പിന്നെ എന്താ വരിക? m1 k1 ബൈ m2 k2. ശരിയല്ലേ? This is equal to, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂസ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. സോ m1 by m2, what is m1 by m2? 1/4. that into k1 by k2, what is k1 by k2? 4/1. ക്യാൻസലേഷൻ കഴിയുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. സോ p1 സ്ക്വയർ ബൈ p2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഡെഫിനറ്റ്ലി p1 by p2 എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? 1 കിട്ടും. സോ ആ രണ്ട് ബോഡിയുടെയും മൊമെന്റം തമ്മിലുള്ള റേഷ്യോ എടുത്താൽ 1:1 എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കിട്ടേണ്ടത്. ആ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ആണ്, 1:1. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. When torque applied on a system is 0, which of the following will be constant? Moment of inertia, angular momentum, kinetic energy, angular velocity, none of this. Okay, അപ്പോൾ ഇത് റൊട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലായിട്ടാണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഏത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ന്യൂട്ടന്റെ ലോയിലൊക്കെ പഠിക്കുന്ന എഫ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി ഉണ്ടല്ലോ, അതായത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതിന്റെ അനലോഗസ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്ന ഇക്വേഷൻ ഏതാണ്? ഫോഴ്സിന് പകരം ടോർക്ക് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ലീനിയർ മൊമെന്റം പിക്ക് പകരം റൊട്ടേഷണൽ മോഷനിൽ വരുമ്പോൾ ആംഗുലാർ മൊമെന്റം എൽ ആണ്. ശരിയല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ ടോർക്ക് അപ്ലൈഡ് ഓൺ എ സിസ്റ്റം ഈസ് 0. അപ്പൊ ടോർക്കിന് ഞാൻ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 0 ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എൽ എന്ന് വരും. ഒരു ക്വാണ്ടിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? നമുക്കറിയാം ആ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ ക്വാണ്ടിറ്റി കൺസർവ്ഡ് ആണ്. അപ്പൊ ഇവിടെ ഏതാണ് കൺസർവ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി? എൽ ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ മൊമെന്റം ആണ്. സോ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ക്ലിയർ? യെസ്. So next question. If the radius of orbit of a satellite is increased by a factor of 4, then the time period is changed by a factor of. ഒരു പ്ലാനറ്റ് ഉണ്ട്, അത് സണ്ണിന് ചുറ്റും കറങ്ങുന്നു. ആ പ്ലാനറ്റിന്റെ റേഡിയസ് എന്ത് ചെയ്യുന്നു? റേഡിയസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 4. അതിന്റെ റേഡിയസ്, ആ പ്ലാനറ്റ് കറങ്ങുന്ന ഓർബിറ്റിന്റെ റേഡിയസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ പ്ലാനറ്റിന്റെ ടൈം പീരീഡിൽ വരുന്ന ചേഞ്ച് എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മളിത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം? അത് നിങ്ങൾ കെപ്ലേഴ്സ് ലോ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് അല്ലേ? കെപ്ലറിന്റെ 3rd ലോ നിങ്ങൾക്കറിയാം. സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ആണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഓർബിറ്റ് സർക്കുലർ ഷേപ്പിലാണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം. എന്താണ്? ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് റേഡിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷനിലേക്ക് എത്തും. എന്നിട്ട് രണ്ട് ടൈം പീരീഡും രണ്ട് റേഡിയസും ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു റിലേഷൻ ഇങ്ങനെ വരും, t1 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു r1 ക്യൂബ്. അടുത്ത റിലേഷൻ ഇങ്ങനെ വരും, t2 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു r2 ക്യൂബ്. ശരിയല്ലേ? യെസ്. ദെൻ
this can be written as T1 ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോണേ. അപ്പോൾ T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ എന്ന് വരും, അല്ലെങ്കിൽ T1 ബൈ T2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ അപ്പോൾ അതെങ്ങനെ വരും? R1 ബൈ R2 ദ ഹോൾ ക്യൂബ്. ശരിയല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താ? ഓർബിറ്റിന്റെ റേഡിയസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അതായത് ഫൈനൽ റേഡിയസ് ഇനീഷ്യൽ റേഡിയസിന്റെ 4 ടൈംസ് ആണ്. മാത്തമാറ്റിക്കലി R2 ഈക്വൽ ടു 4R1 എന്നാണല്ലോ നമ്മൾ എഴുതേണ്ടത്. ഇനി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? T1 ബൈ T2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു R1 ബൈ R2. R2 എത്രയാണ്? 4R1 ആണ്. അപ്പൊ R1 ബൈ 4R1 എന്നല്ലേ വരിക? R1 R1 ക്യാൻസൽ ചെയ്താൽ അത് 1 ബൈ 4 ആണ്. അപ്പൊ 1 ബൈ 4 റേസ് ടു 3 എന്ന് വരും. ശരിയല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു T1 by T2 the whole square is equal to 1 by 4 cube എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം? 4 into 4 into 4 64 ആണ് അല്ലേ? സോ T1 by T2 ന്റെ സ്ക്വയർ 1 by 64 ആണെങ്കിൽ T1 by T2 എത്രയായിരിക്കും? റൂട്ട് എടുത്താൽ മതി, 1 by 8 ആയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട ആൻസർ ആയി. എന്താണ്? T2 is equal to 8 times T1. കണ്ടോ? അപ്പൊ ടൈം പീരീഡ് എത്ര ടൈംസ് ചേഞ്ച് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചത്. അതിന്റെ ആൻസർ 8 ടൈംസ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഇ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി വെയ്സ് 4 ന്യൂട്ടൺ ഇൻ എയർ ആൻഡ് 3 ന്യൂട്ടൺ വെൻ ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. ദ ബോയിന്റ് ഫോഴ്സ് ഓൺ ദ ബോഡി ഈസ്. ഇവിടെ ഏത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പാരന്റ് വെയിറ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. നിങ്ങൾക്കറിയാം, ഒരു ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൽ ഒരു ബോഡി ഇടുമ്പോൾ ആ ബോഡി അപ്വേർഡ് ആയിട്ട് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയിന്റ് ഫോഴ്സ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബോഡിയുടെ വെയിറ്റ് ആക്ച്വൽ വെയിറ്റിനേക്കാൾ കുറവായിരിക്കും. എന്നിട്ട് ഈ റിയൽ വെയിറ്റും ആക്ച്വൽ വെയിറ്റും ഈ അപ്പാരന്റ് വെയിറ്റും ബോയിന്റ് ഫോഴ്സും കൂടെ നമ്മൾ റിലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? അപ്പാരന്റ് വെയിറ്റ് അല്ലേ? W apparent is equal to real weight അല്ലെങ്കിൽ actual weight minus buoyant force. ഇതാണല്ലോ നമ്മുടെ കണ്ടീഷൻ. ഓക്കെ. എ ബോഡി വെയ്സ് 4 ന്യൂട്ടൺ ഇൻ എയർ. അപ്പൊ എയറിൽ വെച്ച് അതിന് 4 ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ അത് ഏത് വെയിറ്റ്? അത് റിയൽ വെയിറ്റ് ആണ്. അപ്പൊ റിയൽ വെയിറ്റ് ആണത് 4 ന്യൂട്ടൺ. ഓക്കെ. when immersed in and 3 ന്യൂട്ടൺ when immersed in a liquid. ലിക്വിഡിൽ ഇട്ടപ്പോൾ അതിന്റെ വെയിറ്റ് കുറഞ്ഞു പോയി. അപ്പൊ അത് എന്ത് വെയിറ്റ്? അപ്പാരന്റ് വെയിറ്റ്. അപ്പൊ അത് എത്രയാ? 3 ന്യൂട്ടൺ മൈനസ് FB. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ബോയിന്റ് ഫോഴ്സ് ആ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ വളരെ സിമ്പിൾ ആയില്ലേ? മൈനസ് FB ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് FB ആയി. അപ്പോ 4 ന്യൂട്ടൺ മൈനസ് 3 ന്യൂട്ടൺ എന്ന് വരും. സോ ദ ആൻസർ ഈസ് 1 ന്യൂട്ടൺ. സോ ഓപ്ഷൻ എ ആണ് സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The kinetic energy and potential energy of a particle executing simple harmonic motion are equal. The ratio of its displacement and amplitude is. ഡിസ്പ്ലേസ്മെന്റും ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. x/a. x ആണ് ഡിസ്പ്ലേസ്മെന്റ്, a ആണ് ആംപ്ലിറ്റ്യൂഡ്. നിങ്ങൾക്കറിയാം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കണ്ടീഷൻ? കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ ഈക്വൽ. അപ്പൊ നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഞാൻ ദാ ഇങ്ങനെ എഴുതുന്നു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയാണ്. ശരിയല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാലോ. അത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നു. സോ E മൈനസ് U ഈക്വൽ ടു U എന്ന് വരും. ഓക്കെ. ഓർ E ഈക്വൽ ടു മൈനസ് U അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പൊ U പ്ലസ് U ആയി. ഇറ്റ് ബിക്കംസ് 2U. ശരിയല്ലേ? ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹാഫ് KA². ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ജനറലി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് KX². ശരിയല്ലേ? യെസ്. പിന്നെ ക്യാൻസലേഷൻ നടത്തുക. അപ്പോൾ ആ ക്യാൻസലേഷനിൽ എന്ത് സംഭവിക്കും? ഹാഫ് കെയും ക്യാൻസൽ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? A² ഈസ് ഈക്വൽ ടു 2x² എന്ന് കിട്ടി. ഫ്രം ദിസ് വാട്ട് ഈസ് x² ബൈ A² is equal to x² by A² is equal to 1/2. നമുക്ക് എന്താ വേണ്ടത്? x/a ആ വേണ്ടത്. സോ ദിസ് ഇംപ്ലൈസ് x/a is equal to എന്ത് വരും? 1/√2. റൂട്ട് എടുത്താൽ മതി. സോ 1/√2 is the answer. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ആൻസർ. 1/√2. ഓക്കെ.
Next question. 10. For a simple pendulum, graph between L and T will be. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ അറിയാവുന്ന ആർക്കും ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് നോർമലി ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ? നോർമലി എന്ന് പറയാൻ കാരണം സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എർത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണെങ്കിൽ ഒരു ഫോർമുല, നെഗ്ലിജിബിൾ അല്ലെങ്കിൽ മറ്റൊരു ഫോർമുല, അങ്ങനെയാണല്ലോ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്തിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഡേറ്റ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ പെൻഡുലം വളരെ ചെറിയ പെൻഡുലമാണെന്ന് അസ്യൂം ചെയ്താൽ നമ്മൾ NCERT ടെക്സ്റ്റിൽ പഠിക്കുന്ന ഫോർമുല ഈസ് ഇനഫ്. അപ്പൊ എന്താണ് ആ ഫോർമുല? T is equal to 2 pi into root of L by C. ശരിയല്ലേ? എന്നിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണം ബിറ്റ്വീൻ L ആൻഡ് T. അതായത് y ആക്സിസിൽ ടൈം പീരീഡും x ആക്സിസിൽ ലെങ്തും എടുത്തിട്ടാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പൊ ടിയും എല്ലും തമ്മിലുള്ള റിലേഷൻ നോക്കുക. T പ്രൊപ്പോർഷണൽ ടു 2 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, G കോൺസ്റ്റന്റ്. അപ്പൊ T പ്രൊപ്പോർഷണൽ ടു റൂട്ട് L എന്ന് വരും. ശരിയല്ലേ? T പ്രൊപ്പോർഷണൽ ടു റൂട്ട് L എന്ന്. അങ്ങനെ വരുമ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് ഏതാണ്? പാരാബോളിക് ഷേപ്പ് ആണ്, സംശയം വേണ്ട. അല്ലെങ്കിൽ T സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു L എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഗ്രാഫ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ പാരാബോള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു കോൺസെപ്റ്റ് ആണ്. എ സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ഇസ് വൈബ്രേറ്റിംഗ് ഇൻ 3 സെഗ്മെന്റ്സ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. The wavelength of corresponding wave is. ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിന്റെ രണ്ട് എൻഡും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെറുതായിട്ട് അതൊന്ന് വരയ്ക്കാം. അപ്പൊ 2 സപ്പോർട്ട് കൊടുക്കുക, എന്നിട്ട് ആ സപ്പോർട്ടിൽ ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തു, രണ്ട് എൻഡും ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു? ഇൻ 3 സെഗ്മെന്റ്സ്. 3 സെഗ്മെന്റ് ആയിട്ടാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ 3 ഈക്വൽ ഹാഫ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ 3 സെഗ്മെന്റ് ആയിട്ട് അത് വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വൈബ്രേഷൻ കണ്ടാൽ അത് എങ്ങനെ ഇരിക്കും? ദാ ഇങ്ങനെ ഇരിക്കും. ശരിയല്ലേ? കാരണം എന്താ? റിജിഡ് എൻഡിൽ എപ്പോഴും നോഡേ ഫോം ചെയ്യുള്ളൂ, മിനിമം ആംപ്ലിറ്റ്യൂഡേ അവിടെ ഫോം ചെയ്യാൻ പാടുള്ളൂ. ശരിയല്ലേ? യെസ്. അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് സ്ട്രിങ്ങിന്റെ ഈ ഫുൾ ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്തിനെ ഞാൻ L എന്നെടുത്തു. L. ഓക്കെ, സോ ദാറ്റ് L ഈസ് ഈക്വൽ ടു ഈ L വേവ് ലെങ്തിന്റെ ടേംസിൽ പറയുമ്പോൾ എത്രയുണ്ടെന്ന് നോക്കിക്കേ. ഇത് λ/2, ഇത് λ/2, ഇത് λ/2. അപ്പൊ എത്ര λ/2? 3 λ/2. 3 λ/2. മനസ്സിലായോ? നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വേവ് ലെങ്ത് ഓഫ് കറസ്പോണ്ടിങ് വേവ് ലാംഡയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്രം ദിസ് വാട്ട് ഈസ് ലാംഡ? ലാംഡ is equal to 3/2. ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. അപ്പൊ അതെന്തായി? 2/3 ആയി. 2/3L. lambda is equal to 2/3L. ഏതാണ് ഓപ്ഷൻ? 2/3L. ഓപ്ഷൻ C is the right choice. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ ഒരു ചെറിയ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ആൻസർ കിട്ടും. സോ moving on to the next question. നോക്കാം. A point charge of 100 microcoulomb is placed at 3 I cap plus 4 J cap meter. അപ്പോൾ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? Q is equal to 100 microcoulomb, which means 100 into 10 to the power minus 6 coulomb. ആ ചാർജ് ഇരിക്കുന്ന ലൊക്കേഷൻ തന്നിട്ടുണ്ട് 3 I cap plus 4 J cap meter. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ലൊക്കേറ്റഡ് അറ്റ് 9 I cap plus 12 J cap meter. അതായത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചാർജ് ഇരിക്കുന്നത് ഒറിജിനൽ അല്ല, ചാർജ് ഇരിക്കുന്നത് ദാ ഈ പോയിന്റിലാണ്. അപ്പോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏതാ ഇക്വേഷൻ? 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ് ഇൻ ദ സ്ക്വയർ. അപ്പൊ ചാർജ് ഇരിക്കുന്ന ഈ ലൊക്കേഷൻ മുതൽ ആ പോയിന്റിന്റെ ലൊക്കേഷൻ വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന് എന്ത് യൂസ് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. സോ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മാത്സിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ടെക്നിക്, x2 minus x1 the whole square plus y2 minus y1 the whole square. This is equal to
അപ്പോൾ ഇത് രണ്ടുമാണ്, ഇത് ഇനീഷ്യൽ പോയിന്റ്, ഇത് ഫൈനൽ പോയിന്റ്. അപ്പോൾ x2 9 ആണ്, x1 3 ആണ്. അപ്പോൾ അതെന്ത് വരും? 9 മൈനസ് 3 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. y2 12 ആണ്, y1 4 ആണ്. സോ 12 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 9 മൈനസ് 3 എന്താണ്? 6. 6 സ്ക്വയർ എന്താണ്? 36 പ്ലസ് 12 മൈനസ് 4 8. 8 സ്ക്വയർ 64. 64 പ്ലസ് 36 100. അപ്പൊ നമുക്ക് വേണ്ട ആർ സ്ക്വയർ കിട്ടി 100. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0, അതായത് 9 × 10⁻⁹ ഇൻറ്റു q ബൈ ആർ സ്ക്വയർ. This is equal to 9 into 10⁻⁹ into q. Charge എത്ര? 100 into 10⁻⁻6 അല്ലേ? 100 into 10⁻⁻6 divided by r square. R square എത്രയാണ്? 100. So cancellation നടക്കും. 100ഉം 100ഉം cancel ചെയ്യാം. So this is equal to 9 into 10⁻³ into 10⁻⁻6. അപ്പൊ സോറി 10⁻⁹ into 10⁻⁻6. അപ്പൊ എന്ത് വരും? 10⁻³. അപ്പൊ 9 into 10⁻³. So our answer becomes 9000 volt per meter. കണ്ടോ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 9000 വോൾട്ട് പെർ മീറ്റർ. ഓപ്ഷൻ ബി ആണ് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് സിമ്പിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഒക്കെ തോന്നും. ദ കറണ്ട് ഐ ഇൻ ദ ഫിഗർ ഈസ്. ഓക്കെ, അപ്പൊ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? നോക്കാം. അപ്പൊ എങ്ങനെ വരും? അപ്പൊ അവിടെ ഒരു സെല്ലുണ്ട്, അതിന്റെ വോൾട്ടേജ് 2 വോൾട്ട് ആണ്, പിന്നെ 3 റെസിസ്റ്റൻസ് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരേ ഒരു ഫോർമുല എന്ന് പറയുന്നത് കറണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ഇക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കറണ്ട് ഇവിടെ നിന്നാണ് വരുന്നത് 2 വോൾട്ട് അല്ലെ? പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഇറങ്ങുന്നു. ആ കറണ്ട് ആദ്യമേ ഈ പോയിന്റിൽ എത്തും. ആ പോയിന്റിൽ എത്തിയാൽ കറണ്ട് നോക്കുന്നത് നെഗറ്റീവ് ടെർമിനലിലേക്ക് തിരിച്ചു വരാനാണല്ലോ. അപ്പൊ ആ കറണ്ടിന് ഈ പോയിന്റിലാണ് അറ്റ് ദ എൻഡ് എത്തേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താൻ എത്ര പാത്ത് അവൈലബിൾ ആണ്? 2 പാത്ത് അവൈലബിൾ ആണ്. ഒന്ന് ഇങ്ങനെ വരാം, 2 ഇങ്ങനെ വരാം. അങ്ങനെയാണെങ്കിൽ ആ 2 പാത്തും എങ്ങനെ കണക്റ്റഡാ? പാരലൽ ആയിട്ട് കണക്റ്റഡാ. അപ്പോ ഈ പാത്തും പാരലൽ. അതിൽ തന്നെ ഈ പാത്തിൽ റെസിസ്റ്റൻസ് എത്രയുണ്ട്? 30 ഉണ്ട്. അപ്പൊ അത് എത്രയായി? 60 ആയി. ആ 60യും ഈ 30യും പാരലലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. R equivalent is equal to എന്താ ഫോർമുല? പാരലൽ ആണെങ്കിൽ R1 R2 by R1 plus R2. ഓക്കെ, അപ്പൊ 30യും കൂടെ ചേർന്നിട്ട് 60 ഓമും പാരലൽ ആയിട്ട് 30 ഓമും. അപ്പൊ R1ഉം R2 ആയില്ലേ? അപ്പൊ R1 R2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 60 into 30 വരും അല്ലേ? അപ്പൊ 1800 ഡിവൈഡഡ് ബൈ R1 plus R2 എന്ന് പറയുമ്പോൾ 60 plus 30 വരും. അത് എത്ര വരും? 90. ഓക്കെ, എന്നിട്ട് 10 ക്യാൻസൽ ചെയ്യുന്നു. 180/9 വരും. അത് എത്ര വരും? 20. സോ 20 ഓം ആണ് റെസിസ്റ്റൻസ്. നെറ്റ് റെസിസ്റ്റൻസ് 20 ഓം ആണ്. വോൾട്ടേജ് എത്രയാണ്? 2 വോൾട്ട് ആണ്. ഇനി നമുക്ക് കറണ്ട് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തൂടെ? കറണ്ട് ഈസ് ഈക്വൽ ടു V by R equivalent. So that is 2/20. അപ്പൊ എത്ര വരും? 1/10 ആംപിയർ. So 1/10 ആംപിയർ is the answer. നോക്കാം. 1/10 ഏതാണ്? 1/10 ഓപ്ഷൻ സി. സോറി, ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A 75-turn closely wound rectangular coil of sides 12 cm and 10 cm carries a current of 2 ampere. What is the magnetic moment of the coil? അപ്പോൾ മാഗ്നറ്റിസത്തിൽ നിന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ M ഈസ് ഈക്വൽ ടു I ഇൻറ്റു A ആണ്. വാട്ട് ഈസ് A? A എന്ന് പറയുന്നത് ആ കോയിലിന്റെ ഏരിയ ആണ്. ഇത് ഒരു ടേൺ ആണെങ്കിൽ, 2 ടേൺസ് ഉണ്ടെങ്കിൽ 2IA, n ടേൺസ് ഉണ്ടെങ്കിൽ NIA. ശരിയല്ലേ? യെസ്. ഓക്കെ, സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
this is equal to total number of turns എത്രയാണ് 75 ഉണ്ട് അല്ലേ അപ്പോൾ 75 എഴുതി number of turns ആയിട്ട് current ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് 2 ആണ് that into area വേണം അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയയ്ക്ക് വേണ്ടത് അപ്പോൾ ഏതൊക്കെയാണ് അതിന്റെ ഡൈമെൻഷൻ 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ഓക്കെ അപ്പോൾ സെന്റിമീറ്ററിനെ എന്താക്കണം മീറ്റർ ആക്കണം സോ 12 into 10 raised to minus 2 വരും അതുപോലെ 10 into 10 raised to minus 2 വരും ശരിയാണോ യെസ് സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1.8 AIIMS സ്ക്വയർ സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ചോയ്സ് അപ്പോൾ അത് ചെയ്യാൻ യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് 75 പിന്നെ സൈഡ് തന്നിട്ടുണ്ട് 12ഉം 10ഉം അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു കറണ്ട് തന്നിട്ടുണ്ട് 2 ആംപിയർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ആൻസർ കിട്ടും ഓക്കെ Question number 15. A solenoid has 500 turns and 40 centimeter length. ഒരു solenoid ഉണ്ട് ആ solenoidന്റെ number of turns 500 ആണ് അതിന്റെ length 40 centimeter ആണ് if the current in the wire is 1 ampere അപ്പോൾ solenoid വഴി പാസ് ചെയ്യുന്ന current 1 ampere ആണ് the magnetic induction at the center of the solenoid is അപ്പോൾ നമ്മൾ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുല യൂസ് ചെയ്യുക സോളിനോയിഡിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 n ആണ് എന്തൊക്കെ തന്നിട്ടുണ്ട് n സ്മോൾ n ആണ് ക്യാപിറ്റൽ n അല്ല സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അപ്പോൾ സ്മോൾ n കിട്ടാൻ എന്ത് ചെയ്യണം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് 500 ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് എത്രയാ 40 സെന്റിമീറ്റർ അപ്പൊ സെന്റിമീറ്ററിനെ എന്താക്കണം മീറ്റർ ആക്കണം 10 to the power minus 2 ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദിസ് ഇസ് ഈക്വൽ ടു μ0 മീൻസ് 4 pi into 10 to the power minus 7 ദാറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് കിട്ടി എത്രയാണ് 500 ഡിവൈഡഡ് ബൈ 40 into 10 raised to minus 2 ദാറ്റ് ഇൻറ്റു ഐ കറണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് 1 ആംപിയർ ആണ് സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും 15.7 into 10 raised to minus 4 ടെസ്ല എന്ന് കിട്ടും ദാറ്റ് ഈസ് 15.7 ഗോസ് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും ആ ഫോർമുല അറിഞ്ഞിരുന്നാൽ മാത്രം മതി ബാക്കി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ Next question. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അറ്റ് മാഗ്നറ്റിക് പോൾസ് ദ ആംഗിൾ ഓഫ് ഡിപ്പ് ഈസ് മാഗ്നറ്റിക് പോൾസ് ആണ് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സർഫസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അവിടെ നിന്നാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുക അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് പോൾസിൽ ആംഗിൾ ഓഫ് ഡിപ്പ് എത്ര ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും സോ ഓപ്ഷൻ ഇ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ആൻ AC സർക്യൂട്ട് ദ വോൾട്ടേജ് അപ്ലൈഡ് is E equal to E0 sin omega t. അപ്പോൾ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് E equal to E0 sin omega t and current I is equal to I0 sin omega t minus pi by 2. The power consumption in the circuit is പവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു AC സർക്യൂട്ടിൽ നമ്മൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് എന്താണ് വി I cos phi ശരിയല്ലേ അപ്പൊ അതിനകത്ത് പവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ പവർ ഫാക്ടർ ആണ് കോസ് ഫൈ യഥാർത്ഥം അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാം V into I into cos phi അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നോക്കുക വോൾട്ടേജിന്റെ ഫേസ് എത്രയാ ഒമേഗ ടി കറണ്ടിന്റെ ഫേസ് എത്രയാ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 അപ്പോൾ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണോ അല്ല രണ്ടുപേരും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട് എത്ര ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ട് 90 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ കോസ് ഫൈ എത്ര വരും കോസ് ഫൈ എന്ന് പറയുന്നത് കോസ് പൈ ബൈ 2 വരും നമുക്കറിയാം കോസ് പൈ ബൈ 2 എത്രയാണ് 0 ആണ് അതുകൊണ്ട് വോൾട്ടേജും കറണ്ടും എത്രയാണെന്ന് പറഞ്ഞാലും പവർ കൺസംഷൻ എത്രയായിട്ടേ കിട്ടുള്ളൂ 0 ആയിട്ടേ കിട്ടുള്ളൂ സോ ഓപ്ഷൻ സി ആണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18 ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ കണ്ടക്ടിംഗ് ലൂപ്പ് ഈസ് phi equal to 3 by pi sin 3 pi t ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF at t equal to 0
ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻഡ്യൂസ് ഡി എം എഫിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണ്. എന്താണ് ആ ഇക്വേഷൻ? d∅/dt. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കേട്ടോ, അതുകൊണ്ടാണ് മൈനസ് സൈൻ എടുക്കാത്തത്. ദിസ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? സോറി, ഇത് ഇലക്ട്രിക് ഫ്ലക്സ് എന്നല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് എന്നത് റീഡ് ചെയ്യണം കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പോൾ ലൂപ്പിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് എത്ര? 3/π sin 3πt. അപ്പോൾ അത് ഞാൻ എഴുതുന്നു 3/π sin 3πt. ഓക്കെ, ഇൻഡ്യൂസ് ഡി എം എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഇൻസ്റ്റന്റിലെ? അറ്റ് t equal to 0 സെക്കൻഡ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുത്താൽ മതി. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3/π ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. സോ 3/π ഇൻറ്റു പിന്നെ സൈൻ 3πt ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? കോസ് 3πt ഇൻറ്റു 3π എന്ന് വരും. ശരിയല്ലേ? 3/π കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതി. പിന്നെ സൈൻ 3πt ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കോസ് 3πt ഇൻറ്റു 3π. പിന്നെ ക്യാൻസലേഷൻ. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? പൈയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ് ഡി എം എഫിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കിട്ടി? 3 into 3 വരും 9. പിന്നെ വരുന്നത് cos 3πt. ഇനി അവർ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റന്റ് നമ്മൾ അവിടെ കൊടുക്കണം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ് ഡി എം എഫ് അറ്റ് t equal to 0 സെക്കൻഡ്. അപ്പൊ ഈ ടിക്കാണ് 0 കൊടുക്കേണ്ടത്. ഈ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇത് എന്ത് വരും? cos 0 വരും. സോ 9 into cos 0. cos 0 എത്രയാണ്? 1 ആണ്. സോ 9 into 1. സോ 9 is the answer. 9 volt. Okay? Yes. Next question. An electromagnetic wave passing through vacuum is described by the equation E equal to E0 sin kx minus omega t and B equal to B0 sin kx minus omega t. അപ്പോൾ കുറച്ച് റിലേഷൻസ് തന്നിട്ടുണ്ട്. E0 k equal to B0 omega, E0 omega equal to B0 k, E0 B0 equal to omega k, E0 equal to B0, E0 equal to 2B0. ഇതിൽ ഏതാണ് വാലിഡ് ആയിട്ടുള്ള റിലേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ പഠിക്കുന്നതാണ്. E0/B0 എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? C കിട്ടണം. വാട്ട് ഈസ് C? സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അത് മാത്രമല്ല, വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട് C is equal to omega by k. അല്ലെ? C എന്ന് പറയുന്നത് 2πf ആണ്, ഒമേഗ എന്ന് പറയുന്നത് 2π/λ ആണ്. അപ്പൊ അത് f into λ എന്ന് വരും. ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എടുത്താൽ സ്പീഡ് തന്നെയാണ്. അപ്പോ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? E0/B0 equal to C. സിക്ക് പകരം എന്ത് എഴുതി? omega by k. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? E0 into k equal to B0 into omega. ആൻസർ ആയില്ലേ? യെസ്. ഏതാണ് റൈറ്റ് ഓപ്ഷൻ? E0 k equal to B0 omega. E0 k equal to B0 omega. Option A is the right choice. Okay? Yes. Next question. A convex lens of focal length 20 cm and a concave lens of focal length 10 cm are placed in contact. Equivalent focal length is. അപ്പോൾ ഇത് ഏതാണ് ടോപ്പിക്? കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ രണ്ട് ലെൻസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഇക്വലന്റ് ഫോക്കൽ ലെങ്തിന് നമ്മുടെ ഇക്വേഷൻ ഉണ്ട് 1/f1 plus 1/f2. ദിസ് ഇസ് ഈക്വൽ ടു 1/. ഫസ്റ്റ് ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്, അതിന്റെ ഫോക്കൽ ലെങ്ത് 20 പ്ലസ് 1/f2. സെക്കൻഡ് ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്, അതിന്റെ ഫോക്കൽ ലെങ്ത് എത്ര? 10. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കോൺകേവ് ലെൻസ് ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ എങ്ങനെ ഇടണം? മൈനസ് ആയിട്ട് ഇടണം. അപ്പോൾ 1/20 മൈനസ് 1/10 എന്നാ വരിക അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു 200 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി 10 മൈനസ് 20. ശരിയല്ലേ? സോ 1/f ഈക്വൽസ് 10 മൈനസ് 20. അതെന്താ? മൈനസ് 10. ശരിയല്ലേ? 10 മൈനസ് 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ 200. നമുക്ക് എന്താ വേണ്ടത്? ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ ഇതിനെ റെസിപ്രോക്കൽ എടുക്കുക. സോ മൈനസ് 200/10 എന്ന് വരും. സോ ദ ആൻസർ ഈസ് മൈനസ് 20 സെന്റിമീറ്റർ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് സെലക്ട് ചെയ്യേണ്ടത്, മൈനസ് 20 സെന്റിമീറ്റർ. ഓക്കെ. So next question. Two Polaroids are crossed to each other.
If one of them is rotated through 60 degree, then what percentage of unpolarized light will be transmitted? Okay. മാലസ് ലോ ആണ് വേവ് ഒപ്റ്റിക്സിലെ ഒരു കോൺസെപ്റ്റ് ആണ്, ശരിയല്ലേ? അപ്പോൾ രണ്ട് പോളറോയിഡ് ഉണ്ട്. അപ്പോൾ രണ്ട് പോളറോയിഡും 60 ഡിഗ്രി ആംഗിളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പോളറോയിഡ് ഇങ്ങനെയാണെങ്കിൽ അടുത്തത് അതിന് പാരലൽ അല്ല, ജസ്റ്റ് ഒന്ന് കറക്കി അവർ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആക്കി. ഇപ്പൊ തൽക്കാലം ഞാൻ എന്താ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഈ പോളറോയിഡിന്റെ ആക്സിസും ഈ പോളറോയിഡിന്റെ ആക്സിസും തമ്മിൽ 60 ഡിഗ്രി ആംഗിൾ ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഒരു ഇൻസിഡന്റ് വേവ് ഇങ്ങോട്ട് വരുന്നു. അതിന്റെ ഇന്റൻസിറ്റി I0. നിങ്ങൾക്കറിയാം ഫസ്റ്റ് പോളറോയിഡിനെ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഇന്റൻസിറ്റി എത്രയാവും? I0/2 ആവും. എന്നിട്ട് ആ I0/2 ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇതിനെ ക്രോസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പൊ മാലസ് ലോ യൂസ് ചെയ്യുക. സോ I ഈക്വൽ ടു ഈ ഒരു ക്രിസ്റ്റലിലേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്രയാ? I0/2 ദാറ്റ് ഇൻടു cos സ്ക്വയർ തീറ്റ. ഇതാണല്ലോ ട്രാൻസ്മിറ്റഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസിഡന്റ് ഇന്റൻസിറ്റി ഇൻടു cos സ്ക്വയർ തീറ്റ. ഇതാണ് ഫോർമുല. സോ ദിസ് ഈസ് ഈക്വൽ ടു I0/2 ഇൻടു cos സ്ക്വയർ തീറ്റ. തീറ്റ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഇങ്ങനെ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു I0/2 ഇൻടു cos 60 എത്രയാണ്? cos 60 1/2 ആണ് അല്ലേ? അപ്പൊ cos സ്ക്വയർ 60യോ 1/4 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു I0/8. അപ്പൊ I0/8 ആണ് സെലക്ട് ചെയ്യേണ്ടത്. I0/8. ഓക്കെ, ട്രാൻസ്മിറ്റഡ് ഇന്റൻസിറ്റി I ഈക്വൽ ടു I0/8. അതായത് ഒറിജിനലി വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്രയാണോ അതിന്റെ 1/8 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 1/8 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? 12.5% ആണ്. ഓപ്ഷൻ ഇ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ശരിയല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Momentum of a photon of wavelength lambda is. ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? നമ്മുടെ ഡി ബ്രോയ് വേവ് ലെങ്ത് ഇക്വേഷൻ ആണ് അല്ലേ? നമ്മൾ എന്താ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു h/p. നമുക്ക് വേണ്ടത് മൊമെന്റം ആണ്. സോ വാട്ട് ഈസ് മൊമെന്റം? p ഈസ് ഈക്വൽ ടു h/λ. ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ. ദെൻ 23 നോക്കുക. The ratio of radii of the nuclei aluminium 1327 and tellurium 52-125 is approximately. അപ്പോൾ രണ്ട് ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ AL, അതിന്റെ മാസ് നമ്പർ എത്ര? 27. സെക്കൻഡ് വൺ TE, അതിന്റെ മാസ് നമ്പർ എത്ര? 125. ആ രണ്ട് ന്യൂക്ലിയസിന്റെയും റേഡിയസ് തമ്മിലുള്ള റേഷ്യോ. ഇതിന്റെ റേഡിയസ് ഞാൻ R1 എന്ന് എടുത്തു, സെക്കൻഡ് വണ്ണിന്റെ റേഡിയസ് R2 എന്ന് എടുത്തു. വാട്ട് വി നീഡ് ടു കാൽക്കുലേറ്റ് ഇസ് R1/R2. അപ്പൊ നമ്മൾ ന്യൂക്ലിയൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യണം. എന്താണ് ആ കോൺസെപ്റ്റ്? റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ റേസ് ടു 1/3. അതാണല്ലോ നമ്മുടെ കയ്യിലുള്ള കോൺസെപ്റ്റ്. R പ്രൊപ്പോർഷണൽ ടു A റേസ് ടു 1/3. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് R ഈക്വൽ ടു R0 ഇൻറ്റു A റേസ് ടു 1/3. അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടത് R1/R2 ആണല്ലോ. സോ ഫ്രം ദിസ് വാട്ട് ഈസ് R1/R2? R1/R2 ഈക്വൽ ടു A1/A2 the all raised to 1/3 എന്ന് വരും അല്ലേ? അതായത് A1 raised to 1/3 by A2 raised to 1/3. So this is equal to A1 എത്ര? 27. ഓക്കെ, ഡിവൈഡഡ് ബൈ A2 എത്ര? 125. അപ്പൊ രണ്ടു പേർക്കും റേസ് ടു 1/3 ഉണ്ട്. അപ്പൊ അതങ്ങ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ എളുപ്പമുണ്ട് ചെയ്യാൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു, അപ്പൊ എത്ര വരും? 27 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 അല്ലേ? അതുപോലെ 125 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 3/5 ഈസ് ദ ആൻസർ. ഓക്കെ, ഇപ്പൊ 3/5 ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഇല്ല, പക്ഷെ പേടിക്കേണ്ട. കാരണം 3/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 6/10 അല്ലേ? ഓക്കെ, 3/5 is nothing but 6/10. അപ്പോൾ 6/10 ഓപ്ഷനിൽ ഉണ്ട്. സോ വിച്ച് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the given combination A, B, C equal to 0 and AB equal to 1 and C equal to 0, output is. ഈസി ആയിട്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് കേസ് എടുക്കാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് കേസ്. ഔട്ട്പുട്ട് എത്ര വരും നോക്കുക.
രണ്ട് രീതിയിൽ ചെയ്യാം, ലോജിക്കൽ ഓപ്പറേഷൻ ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ പറയാം. അപ്പോൾ എ ബി സി ഈക്വൽ ടു 0, അപ്പോൾ എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു 0, ഇതാണല്ലോ കണ്ടീഷൻ. അപ്പോൾ ഇത് എന്ത് ഗേറ്റാ? ഇത് ഓർ ഗേറ്റ്. അപ്പോൾ 0യും 0യും ഓർ ഗേറ്റ് വരുമ്പോൾ എന്ത് വരും? 0 വരും. പിന്നെ ഈ 0 ഇവിടെയും വന്നു. അപ്പോൾ ഇത് എന്തായി? ഇത് നാൻഡ് ഗേറ്റ് ആയി. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ട് ഒരു നോട്ട് ഓപ്പറേഷൻ കൂടെ നടത്തണം അല്ലേ? അപ്പൊ 0യും 0യും കൂടെ ആൻഡ് ചെയ്താൽ എത്ര വരും? 0. പിന്നെ അതിനെ നോട്ട് ചെയ്താൽ എത്ര വരും? 1. ഉണ്ടോ? അപ്പൊ ഔട്ട്പുട്ട് y ഈക്വൽ ടു എന്ത് വരണം? 1 വരണം. ഇനി അടുത്ത കേസ് നോക്കാം. ഓക്കെ, ഇൻപുട്ട് എല്ലാം ഞാൻ കളയുന്നു. എന്നിട്ട് അടുത്തതെന്ന് പറയുമ്പോൾ എങ്ങനെയാ? എ ബി ഈക്വൽ ടു 1. അപ്പൊ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 1. സി എത്രയാ? സി ഈക്വൽ ടു 0. മനസ്സിലായോ? യെസ്. അപ്പൊ 1ഉം 1ഉം കൂടെ ഓർ ചെയ്താൽ എന്ത് വരും? 1 വരും അല്ലേ? ഈ സി 0 അത് നേരെ ഇവിടെ വന്നു. 1ഉം 0യും കൂടെ ആൻഡ് ചെയ്താൽ എന്ത് വരും? 0 വരും. ആ 0യെ നോട്ട് എടുത്താൽ എന്ത് വരും? 1 വരും. അപ്പൊ സെക്കൻഡ് കേസിലും ഔട്ട്പുട്ട് എന്ത് തന്നെ? 1 തന്നെ. സോ 1,1 ഈസ് ദ ആൻസർ. ഏതാ അത്? ഓപ്ഷൻ ഡി. മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a common emitter amplifier, current gain is 62. അപ്പോൾ കറണ്ട് ഗെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. AV ഈക്വൽ ടു 62. സോറി, കറണ്ട് ഗെയിൻ ആണ്. കറണ്ട് ഗെയിൻ എന്ന് പറയുമ്പോൾ AV അല്ല, ബീറ്റ ഈക്വൽ ടു 62. AV എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഗെയിൻ ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് 5000 ohm. അപ്പോൾ RO തന്നിട്ടുണ്ട് 5000 ohm. ഓക്കെ, ആൻഡ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് 500 ohm. അപ്പോൾ RI തന്നിട്ടുണ്ട് എത്ര? 500 ohm. ഓക്കെ, കാൽക്കുലേറ്റ് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. AV വെരി സിമ്പിൾ. എന്താ ഇക്വേഷൻ കയ്യിലുണ്ട്? AV ഈക്വൽ ടു മൈനസ് ബീറ്റ ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? യെസ്. ദിസ് ഇസ് ഈക്വൽ ടു, പക്ഷേ ഓപ്ഷനിൽ ഒന്നും മൈനസ് കാണിച്ചിട്ടില്ല. മൈനസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം. കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിന്റെ അല്ലെങ്കിൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സിഗ്നലിനെ റിവേഴ്സ് ചെയ്താണ് ഔട്ട്പുട്ട് വരുന്നത്. ഫേസ് റിവേഴ്സൽ ഉണ്ട് 180 ഡിഗ്രിയുടെ. ആ ഫേസ് റിവേഴ്സൽ കാണിക്കാനാണ് മൈനസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ ആ ഫേസ് റിവേഴ്സൽ കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ മൈനസ് കളഞ്ഞേക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു ബീറ്റ നമ്മുടെ കയ്യിലുണ്ട് എത്രയാ? 62 ഇൻറ്റു ആർ ഔട്ട്പുട്ട്. ആർ ഔട്ട്പുട്ട് എത്ര? 5000 ഡിവൈഡഡ് ബൈ ആർ ഇൻപുട്ട്. ആർ ഇൻപുട്ട് എത്ര? 500. This is equal to 62 into 5000 by 500. എത്ര വരും? 10 വരും. 62 into 10. ആൻസർ എത്ര കിട്ടി? 620. So 620 ഓപ്ഷൻ സി is the right choice. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററിൽ നിന്നുമുള്ള കോൺസെപ്റ്റുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു സീരീസ് ഡിസൈൻ ചെയ്തിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, കീം എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ അടങ്ങിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഡിഫക്ട്സ് ഇൻ ദ ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ്. പ്ലസ് ടുവിലെ ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ നിന്നുമാണ് ഈ ചോദ്യം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ മക്കളെ. ഓപ്ഷൻ എ എന്താ പറയുന്നത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് ഡിക്രീസസ് ദി ഡെൻസിറ്റി ഓഫ് ദി ക്രിസ്റ്റലൈൻ സോളിഡ്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെൻസിറ്റി കുറയ്ക്കുന്നുണ്ടോ? എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്? ഫ്രെങ്കൽ ഡിഫക്റ്റ് പറയുന്ന ഇതാണ്, സ്മോളർ കാറ്റയോൺസ് അവരുടെ ലാറ്റൈസ് സൈറ്റിൽ നിന്നും മാറി ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്നിരിക്കുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ആ ക്രിസ്റ്റലിൻ്റെ ഇതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കുന്നില്ല, അതിൻ്റെ ഡെൻസിറ്റി മാറുന്നുണ്ടോ? ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ അകത്ത് ഡെൻസിറ്റിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. മക്കളെ, അടുത്ത ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഈസ് ഫൗണ്ട് ഇൻ ഹാലൈറ്റ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന കേസിൽ ഫ്രെങ്കൽ ഡിഫക്റ്റ് കൂടുതലും അയോണിക് സോളിഡ്സിലാണ് കാണുന്നത്.
അയോണിക് സോളിഡുകളിൽ കാറ്റയോൺസും ആനയോൺസും തമ്മിൽ അധികം സൈസ് ഡിഫറൻസ് വേണം. അതായത് കാറ്റയോൺ സ്മോൾ ആയിരിക്കണം, ആനയോൺ കുറച്ച് വലുതായിരിക്കണം. അങ്ങനെ സൈസ് ഡിഫറൻസ് ഉള്ള അയോണിക് സോളിഡുകളുടെ കേസിൽ മാത്രമേ ഈ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കത്തുള്ളൂ. ആൽക്കലൈൻ മെറ്റൽ ഹാലൈഡ്സിൻ്റെ കേസിൽ അവരുണ്ടാക്കുന്ന അയോണിക് സോളിഡ്സ് എന്താണ്? കാറ്റയോൺസിനും ആനയോൺസിൻ്റെയും സൈസ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അവർ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കാറില്ല. അപ്പം ഓപ്ഷൻ ബി എന്ന് പറയുന്നതും തെറ്റാണ്. ഷോർട്ട് കീ ഡിഫക്റ്റ് ഹാവ് നോ എഫക്റ്റ് ഓൺ ദി ഡെൻസിറ്റി ഓഫ് ദി ക്രിസ്റ്റലൈൻ സോളിഡ്സ്. എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ്? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ആനയോൺസും ലാറ്റൈസ് സൈറ്റിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്തു പോകുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ആ കേസിൽ ഡെൻസിറ്റി കുറയും. ഹാവ് നോ എഫക്റ്റ് അല്ല, ഡെൻസിറ്റി കുറയും. ഈ ഓപ്ഷൻ എന്ന് പറയുന്നതും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ മക്കളെ. ഫ്രങ്കൽ ഡിഫക്റ്റ് ഡിക്രീസസ് ദി ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്സ്. ഫ്രങ്കൽ ഡിഫക്റ്റ് സോളിഡിന്റെ ഡെൻസിറ്റി കുറയ്ക്കുമല്ല, ഡെൻസിറ്റി അതേപടി നിൽക്കും. കാരണം എന്താണ്? നമ്മുടെ ഡിഫക്റ്റ് ലാറ്റൈസ് സൈറ്റിൽ നിന്നുള്ള കാറ്റയോൺസ് എവിടെയാണ്? ഇന്റർസ്റ്റിഷ്യൽ സൈറ്റിലാണ് വന്നിരിക്കുന്നത്. സോ എന്താണ്? ഫ്രങ്കൽ ഡിഫക്റ്റ് ഡെൻസിറ്റി കുറയ്ക്കുന്നില്ല, മറിച്ച് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയായിരിക്കും ഫ്രങ്കൽ ഡിഫക്റ്റിൽ നിൽക്കുക. ഈ ഓപ്ഷൻ എന്ന് പറയുന്നതും തെറ്റാണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? ഫ്രങ്കൽ ഡിഫക്റ്റ് ഈസ് എ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. മക്കളെ, ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആണോ ഈ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്? ആണ്. എന്തുകൊണ്ട്? ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ അകത്ത് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്കാണ് ഈ ഡിസ്പ്ലേസ് ചെയ്ത് ലാറ്റൈസ് സൈറ്റിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത കാറ്റയോൺ വന്നിരിക്കുന്നത്. ഡിസ്ലൊക്കേഷൻ ആണ് സംഭവിക്കുന്നത്. ഒരു പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിൽ മാറിയിരിക്കുന്നു. സോ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാവ് ദി സെയിം വാല്യൂ ഓഫ് വാൻ ഹോഫ് ഫാക്ടർ ആസ് ദാറ്റ് ഓഫ് അലുമിനിയം സൾഫേറ്റ്? എന്താണ് മക്കളെ ഈ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്? വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷർ ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ സബ്സ്റ്റൻസ് ഡിസോസിയേറ്റ്സ് ഓർ അസോസിയേറ്റ്സ് ഇൻ എ സൊല്യൂഷൻ. അപ്പം അലുമിനിയം സൾഫേറ്റ് ഒരു സൊല്യൂഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് അയോൺസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ ഇതിൽ ഏതിനോട് സിമിലർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിൽ അലുമിനിയം സൾഫേറ്റ് നമുക്കൊന്ന് ഡിസോസിയേറ്റ് ചെയ്ത് നോക്കാം. അലുമിനിയം സൾഫേറ്റ് Al2SO4 thrice gives 2Al3 plus 3SO4 minus. ഇവിടെ നോക്കിക്കേ, അലുമിനിയം സൾഫേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2 അലുമിനിയം അയോൺസും 3 സൾഫേറ്റ് അയോൺസും ഉണ്ടായി. ടോട്ടൽ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം അപ്പോൾ എത്രയാ? എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. 2ഉം 3ഉം ആണല്ലേ? 5 അയോൺസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. 5 അയോൺസ് ഫോം ചെയ്യുന്നത് എവിടെയാണോ അവരുടെ വാൻ ഹോഫ് ഫാക്ടർ ഇയാളോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ മക്കളെ. അവിടെ നമുക്ക് തന്നേക്കുന്നത് പൊട്ടാസ്യം ഫെറോസൈനൈഡ് ആണല്ലേ? ഓക്കെ, K4FeCN6 എന്ന് പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ കൗണ്ടർ അയോൺസ് ആയിട്ട് എത്ര പേരുണ്ട് മക്കളെ? 4 K+ ഉണ്ട്. ഓക്കെ, which on dissociation will give 4K+ പ്ലസ് കോർഡിനേഷൻ സ്ഫിയറിൽ ആരാണ്? FeCN6 4 മൈനസ്. സോ ഇവിടെ നോക്കിക്കേ, 4 K+ ഒരു കോർഡിനേഷൻ സ്ഫിയർ നമുക്ക് കിട്ടി. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഓൺ ഡിസോസിയേഷൻ എത്രയാണ്? എന്ന് പറയുന്നത് 5 ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. കാരണം 2 പേരും ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സെയിം ആണ്. സോ അവരുടെ കേസിലെ വാൻ ഹോഫ് ഫാക്ടറും സെയിം ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. എനിക്കറിയാം ഒരുപാട് പേര് ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് അറേഞ്ച്മെന്റ്സ് the given sequence is not strictly according to the properties indicated against? നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ H2O is less than H2S is less than H2 സെലീനിയം. അതിൻ്റെ പറഞ്ഞേക്കുന്നത് എന്താണ്?
ഇത് ഇൻക്രീസ് അസിഡിക് ക്യാരക്ടറിലാണ്. നമുക്ക് കൂടുതൽ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ചാൽക്കോജനൈഡ് ഫാമിലിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. മക്കളെ നമുക്ക് നോക്കിയാലോ? നോക്കിക്കേ, എങ്ങനെയാണ്? ആദ്യത്തെ H2O വാട്ടർ ആണല്ലേ, H2S ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. അടുത്തത് സെലീനിയത്തിന്റെ ഹൈഡ്രേറ്റ് ആണല്ലേ. മക്കളെ ഇവിടെ നോക്കിക്കേ, ഡൗൺ ദ ഗ്രൂപ്പ് ഇൻ ദ കേസ് ഓഫ് ചാൽക്കോജനേറ്റ് ഫാമിലി ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയും. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുമ്പോഴത്തേക്കും ഈ ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടിങ് കുറയുന്നു. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുമെന്ന് പറഞ്ഞാൽ സെൻട്രൽ ആയിട്ടുള്ള ഇയാളും തമ്മിലുള്ള ബോണ്ടിങ് കുറയുവാണ്. അങ്ങനെ ബോണ്ടിങ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈസി ആയിട്ട് H+ കളയാൻ പറ്റില്ലേ? അപ്പം ഡൗൺ ദ ഗ്രൂപ്പിൽ എന്താണ്? ഡൗൺ ദ ഗ്രൂപ്പിൽ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇത് കറക്റ്റ് ആണ് മക്കളെ. ഓപ്ഷൻ എ കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത് നോക്കിക്കേ, ഓപ്ഷൻ ബി നോക്കിക്കേ. ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് തന്നേക്കുന്നത് ഹൈഡ്രജന്റെ ഹാലൈറ്റ്സ് ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലേ. ഹൈഡ്രജൻ ഹാലൈറ്റ്സ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. ഈ ഓർഡർ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ആണ് അല്ലേ. അപ്പൊ ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് വന്നു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഹൈഡ്രജൻ ഹാലൈറ്റ്സിന്റെ കേസിൽ? നമുക്ക് നോക്കാലോ ഒന്ന്. ഹൈഡ്രജൻ ഹാലൈറ്റ്സിന്റെ കേസിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് താഴേക്ക് വരും തോറും കുറയുവാണോ കൂടുവാണോ? ചിന്തിച്ച് നോക്കിക്കേ, കുറയുവാണോ കൂടുവാണോ? ഇവിടെ നമുക്ക് തന്നേക്കുന്നത് HF ആണ് ഏറ്റവും കൂടുതൽ എന്നാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് HIക്കാണ്. പിന്നെ പറയുന്നത് HBrനാണ് കൂടുതൽ എന്നാണ്. അപ്പോൾ മക്കളെ, ഈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ശരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഓർത്തു വെച്ചോ, ബോയിലിംഗ് പോയിന്റ് ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുതലുള്ള സിസ്റ്റം ആണ് എങ്കിൽ അവരുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വാൻഡർവാൽ ഫോഴ്സസ് ഉണ്ടെങ്കിലും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. മോളാർ മാസ് കൂടുതലുള്ള സിസ്റ്റങ്ങളിലും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ കൺസെപ്റ്റ് മാത്രം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ നോക്കിക്കേ, ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ വളരെ കൂടുതലാണ്. സോ ഹൈഡ്രജൻ ഫ്ലൂറൈഡിനായിരിക്കും ഹാലൈറ്റ്സ് ഓഫ് ഹൈഡ്രജനിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. ഇനി അടുത്തത് നോക്കിക്കേ, ഹൈഡ്രജൻ അയഡൈഡ്. ഈ ഹൈഡ്രജൻ അയഡൈഡിന്റെ കേസിൽ അയഡൈഡ് അയോണിന്റെ സൈസും കൂടുതലാണ്, മോളാർ മാസും കൂടുതലാണ്. ഈ ഒരു കേസിൽ വാൻഡർവാൽ ഫോഴ്സിന്റെ എഫക്റ്റും കൂടുതലാണ്. സോ ഇൻ കമ്പാരിസൺ വിത്ത് HBr, ഹൈഡ്രജൻ അയഡൈഡ് വിൽ എക്സിബിറ്റ് ഹയർ ബോയിലിംഗ് പോയിന്റ്. സോ ദിസ് ഓർഡർ ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ മക്കളെ. അത് ഓക്സി ഹാലൈറ്റ്സ് ഓഫ് ഹൈഡ്രജൻ ആണേ. അതായത് HOCl തന്നിട്ടുണ്ട്, HOBr തന്നിട്ടുണ്ട്, HOI തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞേക്കാണ് ഈ ഓർഡർ ആണ് ഇൻക്രീസ് ഇൻ ആസിഡിക് സ്ട്രെങ്ത് എന്ന്. ഓക്കെ, ഓക്സോ ആസിഡ്സ് ഓഫ് ഹാലൈറ്റ്സ് ആണ്. എങ്ങനെയാ മക്കളെ അതിന്റെ? നോക്കിക്കേ, HOCl ഇതിന്റെ കേസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്ക് എന്താണ്? അസിഡിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പം Cl, Br, അയഡൈഡ്. അപ്പം ഈ മൂന്ന് പേരെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾ ആരാണ് മക്കളെ? ക്ലോറിൻ ആണല്ലേ. അപ്പം ഈ ഓർഡർ കറക്റ്റ് ആണ്. ക്ലോറിൻ്റെ കേസിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് H+ കളയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഓർഡറും കറക്റ്റ് തന്നെയാണ്. അടുത്തത് നോക്കിക്കേ, ഓക്സൈഡ് ആണ്. ആഴ്സനിക് ഓക്സൈഡ് തന്നിട്ടുണ്ട്, ആന്റിമണി ഓക്സൈഡ് തന്നിട്ടുണ്ട്, ബിസ്മത്ത് ഓക്സൈഡ് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞേക്കുന്നത് ഈ ഓർഡർ ആണ് ബേസിക് ക്യാരക്ടർ കൂടുന്നതിൻ്റെ ഓർഡർ എന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ, നൈട്രജൻ ഫാമിലി ആണല്ലേ. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് ഇവരുടെ ഓക്സൈഡുകൾ നമുക്കറിയാം. പി ബ്ലോക്കിൽ ഓക്സൈഡുകളുടെ കേസിൽ താഴേക്ക് വരും തോറും മെറ്റാലിക് ക്യാരക്ടർ കൂടും. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ഓൾവേസ് ബേസിക് ആണ് കേട്ടോ മെറ്റാലിക് ഓക്സൈഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ തന്നേക്കുന്ന As2O3 അതുപോലെ തന്നെ Sb2O3 ആഴ്സനിക്കിൻ്റെയും ആന്റിമണിയുടെയും ഓക്സൈഡുകൾ ആംഫോട്ടറിക് ആയിരിക്കും. താഴോട്ട് വരുന്ന ഓർഡറിലാണ് ആംഫോട്ടറിക് ആയിരിക്കും. ബിസ്മത്ത് മെറ്റാലിക് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്നതാണ്. Bi2O3 എന്ന് പറയുന്നത് മെറ്റാലിക് ആണ്. അതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ഓക്സൈഡിൻ്റെ ബേസിസിറ്റി കൂടുതലായിരിക്കും. ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇത് കറക്റ്റ് ഓർഡർ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഓപ്ഷൻ താലിയം ക്ലോറൈഡ്, ഇൻഡിയം ക്ലോറൈഡ്, ഗാലിയം, അലുമിനിയം, ബോറോൺ ക്ലോറൈഡ് ഇതൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്?
ഇതാണ് ലൂയിസ് ആസിഡിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡർ എന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ, ബോറോൺ ഫാമിലിയുടെ ഹാലൈഡ്സിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ലൂയിസ് ആസിഡിറ്റി കാണിക്കുന്ന ആരാണ്? ബോറോൺ ക്ലോറൈഡ് തന്നെയാണ്. കാരണം ഡൗൺ ദ ഗ്രൂപ്പ്, താഴോട്ട് വരും തോറും നമ്മുടെ സെൻട്രൽ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള കഴിവ് അവർക്ക് കുറവാണ്. ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് കുറവാണ്. കാരണം ഈ സിസ്റ്റം ന്യൂക്ലിയസിൽ നിന്നും വളരെ അകലെയായിട്ട് പോവാണ് സൈസ് കൂടുന്നതനുസരിച്ച്. അങ്ങനെ വരുമ്പം ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരും. അപ്പോൾ കുറഞ്ഞു വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്? ലൂയിസ് ആസിഡിറ്റി കുറയും. ബോറോൺ ഫാമിലിയിൽ ഹാലൈഡ്സിൻ്റെ കേസിൽ ഡൗൺ ദ ഗ്രൂപ്പിൽ എന്താണ്? ലൂയിസ് ആസിഡിറ്റി കുറയുകയാണ്. സോ ദിസ് ഓപ്ഷൻ ഈസ് റോങ്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ ഇതായിട്ട് മാച്ചിങ് ആവുന്നില്ല, ഇത് റോങ് ആണ്. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ്? ഈസ് നോട്ട് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടീസ് ഇൻഡിക്കേറ്റഡ് അഗെയിൻസ്റ്റ്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ ഓപ്ഷൻ ഇ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ഈസ്. നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട് കണ്ടോ? HBr തന്നിട്ടുണ്ട്. അതിനുശേഷം പെറോക്സൈഡ്, ഒരു പെറോക്സൈഡ് ആണ്, ബെൻസോയിൽ പെറോക്സൈഡ് ആണ് തന്നേക്കുന്നത്. എന്നിട്ട് നമ്മളോട് പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, നിങ്ങൾ HBr അഡീഷൻ നിങ്ങൾ പഠിച്ചതല്ലേ? അവിടെ നമ്മൾ HBrന്റെ അഡീഷൻ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡിന്റെ കേസിൽ എന്താണ് നമ്മൾ പഠിച്ചത്? പെറോക്സൈഡിന്റെ കേസിൽ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആന്റി മാർക്കോണിക്കോഫ് റൂൾ അവിടെ ഒബേ ചെയ്യും. ഏതാണ്? ആന്റി മാർക്കോണിക്കോഫ് റൂൾ. ഓക്കെ, ആന്റി മാർക്കോണിക്കോഫ് റൂൾ എന്താ പറയുന്നത്? അതായത് HBrന്റെ ഹാലജൻ പാർട്ട് എങ്ങോട്ട് പോകും? ഒരു ആൽക്കീൻ്റെ കേസിൽ എങ്ങോട്ട് പോകും? ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിലേക്ക് HBr ആഡ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഹാലൈഡ് പാർട്ട് വിൽ ഗോ where the carbon containing greater number of hydrogen atom. ഇപ്പം നോക്കിക്കേ മക്കളെ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് എവിടെയാണ് ഇപ്പം ഇവിടെയാണ് അൺസാച്ചുറേഷൻ തുടങ്ങുന്നത് അല്ലേ? ഈ കാർബൺ ടു ദിസ് കാർബൺ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആറ്റം എവിടെയാണ്? ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ കാർബണിൻ്റെ 4 വാലൻസിയും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പൊസിഷനിൽ അല്ലേ മക്കളെ? അപ്പോൾ ഈ ഒരു പൊസിഷനിലോ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് അല്ലേ? 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. സോ എവിടേക്ക് പോകും നമ്മുടെ ബ്രോമിൻ? നമ്മുടെ ബ്രോമിൻ ഇവിടെ വന്നിരിക്കും. ഓക്കെ, ആന്റി മാർക്കോണിക്കോഫ് റൂള് എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. ആന്റി മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് കാർബൺ കണ്ടൈനിങ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ അങ്ങോട്ടായിരിക്കും ആര് പോവുക? ഹാലൈഡുകൾ പോവുക. സോ ദ ഓപ്ഷൻ ഈസ് ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, ഈ മാർക്കോണിക്കോഫ് റൂൾ, ആന്റി മാർക്കോണിക്കോഫ് റൂളൊക്കെ മറക്കാതിരിക്കണം. ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കൂടുതലായിട്ട് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ഒന്ന് നോക്കിക്കേ. അതായത് വെൻ ഹീലിയം ആറ്റംസ് ആർ ആഡഡ് ടു ദ റിയാക്ഷൻ SO2-Cl2 gives SO2 plus Cl2 at a constant temperature and constant pressure, then the degree of dissociation of SO2-Cl2. മക്കളെ, ഒരു കാര്യമുണ്ട്, ഇത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ഇനേർട്ട് ഗ്യാസ് ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയത്തിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അവിടെ വോളിയത്തിന് ചേഞ്ച് സംഭവിക്കണം. വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവണം. ഓക്കെ, ഇപ്പം നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻ ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തോണം, കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് പറഞ്ഞേക്കുന്ന ഹീലിയം ആറ്റം ഇനേർട്ട് ഗ്യാസ് ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനാണെന്ന് നമുക്കറിയാം. നമുക്ക് പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് പ്രഷറിലുമാണ് ആ സിസ്റ്റം ഇരിക്കുന്നത്. ഹീലിയം ആറ്റം ആഡ് ചെയ്യുമ്പം, അതായത് ഇക്വിലിബ്രിയം സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് മക്കളെ? നമ്മുടെ വോളിയം, ആ സിസ്റ്റത്തിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അതവിടെ വോളിയത്തിന് ചേഞ്ച് സംഭവിക്കും. വോളിയത്തിൻ്റെ ചേഞ്ച് സംഭവിക്കുന്നത് പ്രകാരം പെർ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസിൻ്റെ അളവ് കുറയും. പെർ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസിൻ്റെ അളവ് കുറയും. വോളിയം ചേഞ്ച് സംഭവിക്കുന്നു, അപ്പോൾ പെർ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് കുറയും.
അപ്പം നമ്പർ ഓഫ് മോൾസ് കുറയുമ്പോഴത്തേക്കും എങ്ങനെയാണ്? അപ്പം ഇക്വിലിബ്രിയം വീണ്ടും ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. കൂടുതലായിട്ട് നമ്പർ ഓഫ് മോൾസ് കൂടുന്ന സൈഡിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. അതായത് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. അതായത് ഡിസോസിയേഷൻ ഓഫ് SO2Cl2 കൂടും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് SO2Cl2 എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നേരെ മറിച്ചത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് തന്നിരുന്നത് എങ്കിൽ എന്താണ്? അവിടെ യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. കാരണം അവിടെ പ്രഷർ മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. പ്രഷർ വേരി ചെയ്താൽ ഇക്വിലിബ്രിയത്തിനൊന്നും സംഭവിക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻ കോൺസ്റ്റന്റ് വോളിയത്തിൽ എന്നാണ് തന്നിരുന്നതെങ്കിൽ ഏതായിരിക്കും ആൻസർ വരിക? റിമൈൻസ് കോൺസ്റ്റന്റ് എന്നായിരിക്കും. SO2Cl2 ഡിസോസിയേഷൻ റിമൈൻസ് കോൺസ്റ്റന്റ് എന്നായിരിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനൊന്നും കോൺസ്റ്റന്റ് ആയിട്ട് തന്നേക്കുന്നത് പ്രഷറാണ്. സോ എന്താണ്? അതിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇവിടെ കൂടുന്നു. അപ്പം ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ എസ് ബ്ലോക്കിൽ നിന്നാണ്. നോക്കിക്കേ, ദ തെർമൽ ഡികമ്പോസിഷൻ ഓഫ് ലിഥിയം നൈട്രേറ്റ് പ്രൊഡ്യൂസസ് എന്താണെന്നാണ്. ഓക്കെ, എസ് ബ്ലോക്ക് ആണ്, ആൽക്കലി മെറ്റലാണ്. ഈ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ എക്സെപ്റ്റ് ലിഥിയം അല്ലാത്ത ബാക്കി എല്ലാവരും, അതായത് KNO3 ഒക്കെ പോലുള്ള ആൾക്കാർ ഓൺ ഡീകമ്പോസിഷൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ? KNO3 പ്രൊഡ്യൂസ് ചെയ്യും. പൊട്ടാസ്യം നൈട്രൈറ്റുകളും അതിൻ്റെ ഒപ്പം O2ഉം. പക്ഷേ നമ്മുടെ ലിഥിയം നൈട്രൈറ്റ് അത് എന്താണ്? ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന ആളാണ്. അപ്പം അയാൾ എന്ത് ചെയ്യും? അയാൾ ഓൺ ഡീകമ്പോസിഷൻ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ലിഥിയം ഓക്സൈഡ് Li2O, NO2 ഗ്യാസും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Li2O ഓക്സൈഡുകളും NO2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തെർമൽ ഡികമ്പോസിഷൻ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Li2O ആയിരിക്കും കേട്ടോ മക്കളെ. Li2O ആണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിക്കേ. റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് 2 orbital is found to be 1:4. Ratio of radius of 2 orbital is found to be 1:4. The rate of velocity of electron present in them will be. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയാണ് റേഡിയസ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മക്കളെ? Rn is equal to എങ്ങനെയാണ്? 0.529 into n²/z. ഇത് അറ്റോമിക് നമ്പർ ആണെന്നും n എന്ന് പറയുന്നത് ഓർബിറ്റലിൻ്റെ നമ്പർ ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം. നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് എന്താ? റേറ്റ് ഓഫ് വെലോസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു nth ഓർബിറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കാം, മറന്നു പോയേക്കരുത്. Vn എന്ന് പറയുന്നത് എന്താണ്? 2.18 into 10⁻⁶ z/n ആണ്. ഓക്കെ, ഇത് മീറ്റർ/സെക്കൻഡിലാണ്. റേഡിയസ് ആങ്സ്ട്രത്തിലാണ് കേട്ടോ. അപ്പം ഓർത്ത് വെച്ചേക്കുക. ഇതുപോലെ ഷോർട്ടായിട്ടൊക്കെ ഉള്ളത്, ബാക്കി കോൺസ്റ്റൻ്റ് ആയിട്ടൊക്കെ വരുന്നതെല്ലാം തന്നെ ഷോർട്ടായിട്ടൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഒരേ ആറ്റത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം Z എന്ന് പറയുന്നത് ഇവിടെ പ്രസക്തിയുള്ള കാര്യമല്ല. Z നമുക്ക് മാറ്റാം, ഈ ഒരു വാല്യൂം മാറ്റാം. അപ്പം എങ്ങനെ വരും? റേഡിയസ് റേഷ്യോ നമുക്കറിയാം. ഫസ്റ്റ് ഓർബിറ്റിൽ Rn1 എന്ന് കൊടുത്തു, സെക്കൻഡ് ഓർബിറ്റിൽ നമ്മൾ Rn2 എന്ന് കൊടുത്തു. അവരുടെ റേഡിയസിൻ്റെ റേഷ്യോ എങ്ങനെയാണ് മക്കളെ? 1:4 ആണ്. അപ്പോൾ 1/4. ഓക്കെ, ഈ റേഡിയസ് എന്ന് പറയുന്നത് ഓർബിറ്റലിൻ്റെ നമ്പറിനോട് സ്ക്വയറിനോട് പ്രപ്പോർഷണൽ അല്ലേ? ഈ രീതിയിലല്ലേ? അപ്പോൾ ഓർത്ത് നോക്കിക്കേ, n1² ഡിവൈഡഡ് ബൈ n2² ആണ് ഈ 1/4 എന്ന് പറയുന്നത് അല്ലേ? n1² ഡിവൈഡഡ് ബൈ n2² ആണ് 1/4 എന്ന് പറയുന്നത് അല്ലേ? അപ്പം n1/n2ൻ്റെ റേഷ്യോ എങ്ങനെ വരും മക്കളെ? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലേ? സ്ക്വയർ റൂട്ട് എടുക്കുക. സോ ദാറ്റ് വിൽ ബിക്കം 1/2 അല്ലേ മക്കളെ? 1/2. അപ്പം ഇവിടെ ഒന്ന് നോക്കിക്കേ,
ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്? വെലോസിറ്റി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? v(n1/v(n2), അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഓർബിറ്റലിന്റെ നമ്പറോട് ഇൻവേഴ്സ്ലി ആണ് പ്രിപ്പോർഷണൽ. അപ്പം v(n)/v(n2) നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും? n2/n1 ആയിരിക്കും. ഇൻവേഴ്സ് റിലേഷൻ ആണ് വെലോസിറ്റിയും ഓർബിറ്റലിന്റെ നമ്പറും. സോ ഹിയർ വി ക്യാൻ റൈറ്റ് v(n1/v(n2) ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? n1/n2 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ 2/1 ആയിരിക്കും ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി 2:1 ആയിരിക്കും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. അപ്പം ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. Which of the following is not a characteristics of Chemis option? Chemis option നമ്മുടെ സർഫസ് കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? ഓപ്ഷൻ എ പറയുന്നത് അഡ്സോർഷൻ ഈസ് ഇറിവേഴ്സിബിൾ അല്ലേ? കെമീസ് ഓപ്ഷൻ്റെ കേസിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ? കാരണം നമുക്കറിയാം കെമീസ് ഓപ്ഷൻ നടക്കുന്നതിനകത്ത് അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും തമ്മിൽ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ വഴിയായിട്ടാണ് ഈ അഡ്സോർഷൻ നടക്കുന്നത്. സോ കെമീസ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കിക്കേ മക്കളെ. അഡ്സോർഷൻ ഡിഗ്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, കെമീസ് ഓപ്ഷൻ്റെ കേസിൽ അഡ്സോർഷൻ എന്ന് പറയുന്ന ടെമ്പറേച്ചർ കൂടും. അപ്പം നമ്മൾ ആ ബോണ്ട് ഫോർമേഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മുടെ കെമീസ് ഓപ്ഷൻ്റെ കേസിൽ അഡ്സോർഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ അല്ല, റോങ് ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ബാക്കി അഡ്സോർഷൻ സ്പെസിഫിക് ആണ്. കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും തമ്മിൽ ബോണ്ട് ഫോർമേഷൻ്റെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അഡ്സോർഷൻ നടക്കത്തുള്ളൂ. അത് കറക്റ്റ് ആണ്. പിന്നെ അഡ്സോർഷൻ സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യും, അതും കറക്റ്റ് ആണ്. കെമീസ് ഓപ്ഷൻ എന്ന് പറയുന്നത് മോണോലെയർഡ് ആണ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. 9ാമത്തെ ക്വസ്റ്റ്യൻ. എക്സോതെർമിക് റിയാക്ഷൻ ഇൻവോൾവിങ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ആർ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്പോണ്ടേനിയസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? ഓൾവേസ് സ്പോണ്ടേനിയസ്, ബി ഓൾവേസ് നോൺ സ്പോണ്ടേനിയസ്, സി സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ, ഡി സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം മക്കളെ ഇവിടെ നമ്മൾ സ്പോണ്ടേനിയസ് ക്രൈറ്റീരിയ നമ്മൾ എന്താ പറയുന്നത്? നമ്മളെപ്പോഴും പറയുന്നത് സ്പോണ്ടേനിയസ് ക്രൈറ്റീരിയ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കണം. ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ എന്നറിയാൻ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം. ഡെൽറ്റ ജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. നമുക്ക് തന്നേക്കുന്ന റിയാക്ഷൻ നോക്കിക്കേ മക്കളെ. എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ എൻട്രോപ്പിക്ക് ഇൻക്രീസ് സംഭവിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എക്സോതെർമിക് ആണ്, റിലീസ് ഓഫ് എനർജി ആണ്. അപ്പോൾ എൻതാൽപ്പിയുടെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് ആണ്. ഡെൽറ്റ എസിന്റെ വാല്യൂ എങ്ങനെയാ? ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ആണ്. സോ ഡെൽറ്റ എസ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ മക്കളെ, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എക്സോതെർമിക് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ ആയി. ഡെൽറ്റ എസ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവായി. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്ന് കഴിയുമ്പോഴത്തേക്കും ഡെൽറ്റ ജി, ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഓൾവേസ് സ്പോണ്ടേനിയസ് എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സോ ഇതിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. Among the following, which will be the most easily decarboxylate on heating? ഹീറ്റിംഗ് സംഭവിക്കുമ്പം ഏറ്റവും പെട്ടെന്ന് ഡീകാർബോക്സിലേറ്റ് ചെയ്ത് പോകുന്നത് നോക്കിക്കേ. നമ്മുടെ ഈ ഓപ്ഷൻസ് തന്നതിൻ്റെ അകത്ത് എല്ലാ ഓപ്ഷൻ്റെ അകത്തും COH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കീറ്റോണിക് ഗ്രൂപ്പും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ കീറ്റോണിക് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. അപ്പം മക്കളെ ഒരു കാര്യം ഓർക്കുക, ഒരു ട്രിക്ക് ഉണ്ട്. ഏതാണ് പെട്ടെന്ന് ഡീകാർബോക്സിലേറ്റ്  ചെയ്ത് പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ 1 2 3
COH ഗ്രൂപ്പിൻ്റെ COOH ഗ്രൂപ്പിൻ്റെ ബീറ്റ പൊസിഷനിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൽഫ ബീറ്റ ഗാമ പൊസിഷൻ ഉണ്ട് പല എവിടെ വന്നാലും ബീറ്റ പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും സ്പീഡിൽ ഡീകാർബോക്സിലേറ്റ് ചെയ്തു പോവുക. ഓക്കെ, അതായത് ആൽഫ ബീറ്റ കീറ്റോ ആസിഡ്സ് ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് ബീറ്റ കീറ്റോ ആസിഡ്സ് ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് ഡീകാർബോക്സിലേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ്റെ അകത്ത് ഫസ്റ്റ് ഓപ്ഷൻ്റെ അകത്ത് എന്താണ് ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, ഒരു സൈക്ലോഹെക്സൈൻ്റെ ഒരു ഗ്രൂപ്പും ഉണ്ട്, അവിടെ കീറ്റോ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ ബിയിൽ ഇതാണ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ പൊസിഷനിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റ പൊസിഷനിലാണ് കീറ്റോ ഗ്രൂപ്പ് വേണ്ടത്. അപ്പം ആൽഫ ബീറ്റ, അപ്പം ഓപ്ഷൻ സി നോക്കിക്കേ മക്കളെ, ബീറ്റ പൊസിഷനിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് വന്നു. സോ ഓപ്ഷൻ സി ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് ഡീകാർബോക്സിലേറ്റ് ചെയ്യുക. ഓർത്തിരിച്ച് വെക്കുക, ഡീകാർബോക്സിലേഷൻ്റെ കേസിൽ ബീറ്റ കീറ്റോ ആസിഡുകളായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഡീകാർബോക്സിലേഷന് വിധേയമാവുക. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സ്റ്റാർച്ച് ഈസ്. ഓപ്ഷൻ എ പറയുന്നത് എന്താ മക്കളെ, അമിലോസ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് കമ്പോണന്റ്. സ്റ്റാർച്ച് നമുക്കറിയാം ഒരു പോളിസാക്രൈഡ് ആണ് അല്ലേ, അതിനകത്ത് 2 സബ് യൂണിറ്റ് ഉണ്ട്, അമിലോസും അമിലോപെക്റ്റിനും. അപ്പം അമിലോസ് എന്നുള്ളത് കറക്റ്റ് ആണല്ലേ. ബി പറയുന്നത് എന്താണ്, അമിലോസ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 15 to 20% ഓഫ് സ്റ്റാർച്ച്. കറക്റ്റ് ആണല്ലേ മക്കളെ, 15 തൊട്ട് 20% വരെയും അമിലോസ് തന്നെയാണ്. സീരിയൽസ്, റൂട്ട്സ്, ട്യൂബർ ആർ ഹാവിംഗ് ഹൈ കണ്ടന്റ് ഓഫ് സ്റ്റാർച്ച്. കറക്റ്റ് തന്നെയാണ്. നോക്കിക്കേ, ഓപ്ഷൻ ഡി നോക്കിക്കേ മക്കളെ, ഇറ്റ് ഇസ് എ പോളിമർ ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ആണോ? പോളിമർ ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണോ? അല്ല, ബീറ്റ ഡി ഗ്ലൂക്കോസ് അല്ല, ഇറ്റ്സ് എ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. പിന്നെ പറയുന്നത് ഓപ്ഷൻ ഇ 80 to 85% ഓഫ് സ്റ്റാർച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് അമിലോപെക്റ്റിൻ. അത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതായിരുന്നെന്നായിരുന്നു. അപ്പം അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, ഇത് നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യമാണ്. കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്റർ തന്നെയാണ്. മക്കളെ നോക്കിക്കേ, the value of CFC for D6 system in an octahedral complex in the presence of weak ligand. ഓക്കെ, octahedral system ആണ് അല്ലേ, D6 system ആണ് മക്കളെ. octahedral അകത്ത് നമുക്കറിയാം എങ്ങനെയാണ് ഡി ഓർബിറ്റലിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഡി ഓർബിറ്റിൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ EG ഓർബിറ്റിൽ കൂടുതൽ എനർജി ആയിട്ട് മുകളിലോട്ട് പോകുന്നു, പിന്നെ T2G ഓർബിറ്റിൽ താഴേക്ക് വരുന്നു അല്ലേ. ഏതൊക്കെ T2G ഓർബിറ്റലിൻ്റെ അകത്ത് DX5, DXS, DYS. അപ്പോൾ 3 ഓർബിറ്റൽ ഇവിടെ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് നടക്കുക? അറേഞ്ച്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ ആദ്യം ഓക്കെ അറേഞ്ച്മെൻറ്റ് നടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, T2G ആൻഡ് EG. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം D6 സിസ്റ്റം ആണ്, വീക്ക് ലിഗൻഡ് ആണ്, പെയറിങ്ങിന് പോസിബിലിറ്റി ഇല്ല. സോ ഇലക്ട്രോൺ വിൽ ബി ഫില്ലിംഗ് ലൈക്ക് ദിസ്. അപ്പോൾ T2G ഓർബിറ്റലിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് വരും? T2G 4 ഇലക്ട്രോൺസും EGക്കകത്ത് 2 ഇലക്ട്രോൺസും വരും. ഈ കേസിൽ നമുക്കറിയാം T2G എന്തുമാത്രം എനർജിയാണ് താഴേക്ക് വരുന്നത്? ഏകദേശം -2/5 Δ0 എനർജിയാണ് താഴേക്ക് വരുന്നത്. EG എത്രമാത്രം എനർജി കൂടുന്നുണ്ട്? 3/5 Δ0 എനർജിയാണ് കൂടുതലായിട്ട് കൂടുന്നത്. അപ്പം നമ്മൾ CFSC എങ്ങനെയാണ് മക്കളെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CFSC കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം ഈക്വൽ ടു, അപ്പം T2G -2/5 ΔO ആണ്. അപ്പം 2/5 ΔOയ്ക്കകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. 2/5 × 4 ΔO പ്ലസ്
ഇനി അടുത്തത് EG ഓർബിറ്റലിൻ്റെ അകത്ത് എനർജി എത്ര വരും? 3/5 ഡെൽറ്റ ഒ ആണ് അല്ലേ? അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ അകത്തുള്ളത്? 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ കേസിൽ എത്ര വരും? 8/5 ഡെൽറ്റ ഒ മൈനസ് 8/5 ഡെൽറ്റ ഒ പ്ലസ് 6/5 ഡെൽറ്റ ഒ വരും. മൈനസ് 2/5 ഡെൽറ്റ ഒ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആയിരിക്കും. മൈനസ് 2/5 ഡെൽറ്റ ഒ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹോമോ പോളിമർ ആസ് വെൽ ആസ് കണ്ടൻസേഷൻ പോളിമർ? പോളിമർ കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യമാണ് മക്കളെ. ഹോമോ പോളിമർ എന്താണ്, കണ്ടൻസേഷൻ പോളിമർ എന്താണ്, ആദ്യം അറിഞ്ഞിരിക്കണം. ഹോമോ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോമോ പോളിമർ ഒരേ മോണോമർ യൂണിറ്റുകൾ തന്നെ ആയിരിക്കും നമ്മുടെ പോളിമറൈസേഷന് വിധേയമാവും. ഒരേ മോണോമർ യൂണിറ്റ്. നമ്മുടെ പോളിത്തീനൊക്കെ എന്താണ്? ഹോമോ പോളിമറിൽ പെടുന്നതാണ്, ഒരേ മോണോമർ യൂണിറ്റ് ആണ്. കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമറൈസേഷൻ സംഭവിക്കുന്ന സമയത്ത്, അത് മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേരുന്ന സമയത്ത് അവരിൽ നിന്നും HBr, HCl, അതുപോലെ തന്നെ H2O, മെഥനോൾ പോലുള്ള ചെറിയ സ്മോൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ബൈ പ്രൊഡക്റ്റുകളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോളിമറുകളെ നമ്മൾ എന്ത് വിളിക്കും? കണ്ടൻസേഷൻ പോളിമർ എന്ന് വിളിക്കും. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നൈലോൺ 66 ആണ്. നൈലോൺ 66 എന്ന് പറയുന്നത് ഹെക്സാമെഥിലിൻ ഡൈ അമൈൻ്റെയും അഡിപ്പിക് ആസിഡിൻ്റെയും ഒരു പോളിമറാണ്, അതിൻ്റെ മോണോമർ യൂണിറ്റ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അത് ഹോമോ പോളിമർ അല്ല, 2 ഡിഫറെൻറ്റ് മോണോമർ യൂണിറ്റുകളാണ് ഇവിടെ നൈലോൺ 6ൻ്റെ ഫോർമേഷന് വേണ്ടി, നൈലോൺ 66ൻ്റെ ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കണ്ടൻസേഷൻ പോളിമർ ആണ്. കാരണം എന്താണ്? ഹെക്സാമെഥിലിൻ ഡൈ അമൈനും അഡിപ്പിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. സോ നൈലോൺ 6 ഇസ് എ കണ്ടൻസേഷൻ പോളിമർ ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ ഹോമോ പോളിമർ. പോളിത്തീൻ എന്താണ്? പോളിത്തീൻ ഒരു ഹോമോ പോളിമർ തന്നെയാണ്. എഥിലിൻ യൂണിറ്റുകളാണ് അവിടെ മോണോമേഴ്സ് ആയിട്ട് വരുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് എ കണ്ടൻസേഷൻ പോളിമർ, അതൊരു അഡീഷണൽ പോളിമറാണ്. ഡാക്രോൺ നമ്മൾ ടെറിലിൻ എന്നും വിളിക്കും. ഡാക്രോൺ അല്ലെങ്കിൽ ടെറിലിൻ ഒരു പോളി എസ്റ്റർ ആണ്. ഇവിടെ ഇതിൻ്റെ മോണോമർ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഗ്ലൈക്കോളും അതിൻ്റെ ഒപ്പം തന്നെ ടെറേഫ്താലിക് ആസിഡും കൂടെ കൂടിച്ചത്. അപ്പം H2 ആണ് ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. കണ്ടൻസേഷൻ പോളിമർ ആണ്, പക്ഷേ ഹോമോ പോളിമർ അല്ല, ഒരേ മോണോമർ യൂണിറ്റുകളല്ല. നൈലോൺ 6ൻ്റെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് കാപ്രോലാക്ടമാണ്. അതൊരു ഹോമോ പോളിമർ തന്നെയാണ്. കാപ്രോലാക്ട് അറ്റ് 533 ഒക്കെ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് മൈനസ് H2, അതായത് ഒരു H2 അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന കണ്ടൻസേഷൻ പോളിമർ കൂടിയാണ് എന്ത്? നൈലോൺ 66. സോ ഹോമോ പോളിമറും കണ്ടൻസേഷൻ പോളിമറും ആയിട്ടുള്ള ആൾ ആരാണെന്നായിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നാർക്കോട്ടിക് അനലജസിക് എമംഗ് ദ ഫോളോയിങ്. മക്കളെ, ഇത് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അപ്പം നാർക്കോട്ടിക് അനൽജസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനൽജസിക്കിന് 2 ആയിട്ട് തിരിക്കുന്നുണ്ട്, നോൺ നാർക്കോട്ടിക്കും നാർക്കോട്ടിക്കും. നാർക്കോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി സെവിയർ പെയിൻ്റെ സമയത്ത് കൊടുക്കുന്ന, അതായത് സാധാ അനൽജസിക് കൊണ്ടൊന്നും കുറയാൻ പറ്റാത്ത സിവിയർ ആയിട്ടുള്ള പെയിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേഷനൊക്കെ ആയിട്ട് സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് നാർക്കോട്ടിക് അനൽജസിക്സ് എന്ന് പറയുന്നത്. ഇപ്പം ആസ്പിരിനും പാരസെറ്റാമോളൊക്കെ നമ്മുടെ നോൺ നാർക്കോട്ടിക് ആയിട്ടുള്ള ആൾക്കാരായിട്ട് വരും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോർഫിൻ ആണ്. മോർഫിൻ, കോഡൈൻ, ഹെറോയിൻ ഇവരൊക്കെ നാർക്കോട്ടിക് അനൽജസിക് ആണ്. ഐപ്രോണിയാസിഡ് എന്ന് പറയുന്നത് ട്രാൻസ്ക്ലൈസേഴ്സിൻ്റെ കൂടെ പെടുന്നതാണ്. ക്ലോറോഫെനിക്കോൾ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് ആണ്. ഓക്കെ, പിന്നെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ മക്കളെ. ഫസ്റ്റ് ഓപ്ഷൻ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ കുറേ റിയാക്റ്റൻറ്റും തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് നെയിംഡ് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ് മക്കളെ? ബെൻസീന് ആരൊക്കെയായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഇവിടെ കാർബൺ മോണോക്സൈഡും തന്നിട്ടുണ്ട്, ആസിഡായിട്ട് HCl-ഉം അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡും തന്നിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷൻ എന്ത് തരും? ബെൻസാൾഡിഹൈഡ് തരുന്ന റിയാക്ഷനാണ്. ബെൻസാൾഡിഹൈഡിൻ്റെ റിയാക്ഷനാണ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് ഈ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റിയാക്ഷൻ്റെ പേരെന്താ മക്കളെ? ഓർക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഗട്ടർമാൻ കോച്ചിൻ്റെ റിയാക്ഷൻ. അപ്പം എ ഓപ്ഷൻ്റെ ആൻസർ എന്ന് പറയുന്നത്
2 ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് 2 ആണ്. അടുത്ത് നോക്കിക്കേ, ഹൈപ്പോഹാലൈറ്റ് സോഡിയം ഹൈപ്പോകാലൈറ്റ് ഓൺ റിയാക്ഷൻ വിത്ത് കീറ്റോൺ CH3. ഇപ്പം നമുക്കറിയാം ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? സോഡിയം ഹൈപ്പോഹാലൈറ്റ് CH3 CO ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഹാലോഫോം കിട്ടും. ഹാലോഫോം ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോഫോം റിയാക്ഷൻ. അപ്പം ബി ഓപ്ഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് വൺ ആയിരിക്കും. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു OH ഗ്രൂപ്പ് ഉള്ളൊരു ഇത് തന്നിട്ടുണ്ട്, പിന്നെ ആസിഡ് തന്നിട്ടുണ്ട്, ആൽക്കഹോളും ആസിഡും തന്നിട്ടുണ്ട്, കൂടെ കോൺസെൻട്രേറ്റഡ് H2SO4 തന്നിട്ടുണ്ട്. അപ്പം ഒരു ആസിഡും ആൽക്കഹോളും അസിഡിക് കണ്ടീഷനിൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എസ്റ്റർ ഫോം ചെയ്യും അല്ലേ? ആ എസ്റ്റർ ഫോർമേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. സി എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, RCH2COH അതായത് X2 അതായത് ഹാലജനുമായിട്ട് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. റിയാക്ഷൻ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള റിയാക്ഷൻ തന്നെ ആയിരിക്കും. ആ റിയാക്ഷന്റെ പേരെന്താ മക്കളെ? അതായത് ആൽഫ കാർബണിനകത്തു നിന്നൊരു ഹൈഡ്രജനെ മാറ്റി അവിടെ ഹാലജൻ ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷനാണിത്. ഇതിന് പറയുന്ന പേരെന്താ? ഓർക്കുന്നുണ്ടോ? ഹാലോ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ്. ഇതിൻ്റെ പറയുന്ന പേരാണ് ഹെൽ-വോൾഹാർഡ്-സെലൻസ്കി റിയാക്ഷൻ, HVS റിയാക്ഷൻ എന്നൊക്കെ വിളിക്കുന്ന റിയാക്ഷനാണ്. അപ്പം ഡിയുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഒരു കീറ്റോണിക് ഗ്രൂപ്പ്, ആ കീറ്റോണിക് ഗ്രൂപ്പ് സിങ്ക് അമാൾഗത്തിൻ്റെയും HCl-ൻ്റെയും പ്രസൻസിൽ എന്താണ്? ഹൈഡ്രോകാർബൺ ഫോം ചെയ്തു. റിയാക്ഷൻ എല്ലാവർക്കും ഫെമിലിയർ ആണ്, കാരണം കീറ്റോ ഗ്രൂപ്പിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ ആണ് ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് അമാൾഗം. ഏതാണ് മക്കളെ? ക്ലെമൻസൻസ് റിഡക്ഷൻ. ഈയുടെ ആൻസർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പം ഇത് നോക്കിക്കേ, ഈ ഒരു ഓപ്ഷൻ കിട്ടുന്ന ഏതാണ് ഇതിൻ്റെ അകത്ത്? ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പം ഓൾ ദ ബെസ്റ്റ്. Hello, good evening everyone. Let us quickly go into the discussion of mathematics paper here. Look, the first question. A null set among the following is, null set means set having no element. This has got one element, this has got elements, this has got infinitely many elements. Now the answer is D. So this is not, this is not, this is not. Why is it so? X square plus 1 equal to 0, x square equal to minus 1, x is equal to plus or minus root of minus 1, that is plus or minus iota, and x should be a real number, so this is not at all a real number. Okay, we'll move on to the next question. Adutha question like adakam. Two finite sets have m and n elements. Total number of subsets of the first set, what's that? 2 raised to m. Is 120 more than the total number of subsets of the second? 120 plus 2 raised to n. Number of subsets 2 raised to m. Number of subsets of the second one 2 raised to n. 120 more. 120 ekal koodudal. So that is, you know, this is 120 plus 8 is again 128. That is 2 raised to 7 equal to 120 plus 2 raised to 3. 128 is a multiple of 2, or it is a power of 2 there then. So m is equal to 7, n is equal to 3 as per this. What do you want? M plus n. M plus n is equal to 7 plus 3, that's equal to 10. 7 plus n is equal to 3. 7 plus 3, that is 10. So your answer is C. On to the next question. The third term of the sequence. What's the sequence? an is equal to minus 1 to the power n minus 1 into 5 to the power n plus 1. Third term means put n is equal to 3. That is a3 is equal to minus 1 the whole square into 5 raised to 3 plus 1. That is 5 raised to 4. That means 5 raised to 4, 25 into 25, 625 is your answer. Your answer is 625. First term, second term, nth term, any term you can calculate.
The sum of n terms of the series. Look at the series. 1 square minus 2 square, 3 square minus 4 square, so on. N terms. So this is treated as the first term, next term, right. So this we have 1 square minus 2 square plus 3 square minus 4 square, etc. up to n terms there then. See, this is 1, 2. Second term starts with 3. So this is really 2n minus 1. This is also 2n minus 1. And the nth term will be 2n minus 1 the whole square minus 2n the whole square. Please note this. 1, 3, 5. So first term of every term, first term of every term is of the form 2n minus 1. So how do we do? This is a square minus b square. A plus b into a minus b. So it will become 1 plus 2 into 1 minus 2. That is minus 1. This will become 3 plus 4 into 3 minus 1. 3 minus 4. That's also minus 1. So on. The last term will be 2n minus 1 plus 2n. Okay. Into minus 1. That is the point. Don't add. So you see, this is minus of minus 1 we have taken out. 1 plus 2 plus 3 plus etc. up to 2n. Sum of the first 2n natural numbers, you know the formula. Minus of 2n into 2n plus 1 divided by 2. That is 2 cancel, minus n into 2n plus 1. Minus n into 2n plus 1. Take out the answer. Minus n into 2n plus 1. C is your answer. We'll move on to the fifth one. 4 and 2 plus iota are the roots of the quadratic equation. What's the quadratic equation? Quadratic equation will be x square minus sum of the roots into x plus product of the roots alpha beta equal to 0. So alpha is equal to 4, beta is equal to 2 plus iota. Substitute now. X square minus sum of the roots into x plus product of the roots is equal to 0. This is alpha into beta. Alpha into beta. Okay. Now this will become x square minus sum of the roots 4 plus 2 plus iota into x plus 4 into 2 plus iota equal to 0. You can easily take your answer x square minus of 6 plus iota into x. 4 plus 2 6 plus 4 into 2 plus iota equal to 0. X square minus 6 plus iota into x plus 4 into. So your answer will be C. Okay. On to the next. Now this is x is equal to square root of 2 plus square root of 2 plus etc. up to infinity. Then x is equal to. Let's write. X is equal to square root of 2 plus square root of 2 plus square root of 2 plus etc. up to infinity. So what is x? You read root of 2 plus etc. Let me close this with my hand, then you read the right side. It's again root of 2 plus etc. That means you have again the same question, right? If I remove it. So x will be equal to root over 2 plus x, right? That means x square is equal to 2 plus x. You see, if you read this question, it's again root of 2 plus root of 2 plus. That's nothing but x. That's the reason we have written this as again x. It's a very important one. Keep in mind. Therefore, we square it. That is x square minus x minus 2 is equal to 0. You know, a minus b plus c equal to 0. Your root will be 1 is minus 1, other is 2. Now, your x is equal to positive square roots. Therefore, x should always be positive. Hence, alpha or x cannot be. This is x equal to alpha comma beta. Therefore, your x is minus 1 comma 2. This cannot be the answer. X is equal to 2. Therefore, the value is x is equal to 2. D is your answer. Okay. It's a continuous one we have. Next. On to the next. If a plus iota b into c plus iota d into e plus etc. equal to a plus iota b, then a square plus b square. I always say the question has got a language. So, a plus iota b, from a plus iota b given, and it is asked a square plus b square. So, it is very much understood you should take modulus. Taking modulus. Taking mod. From a plus iota b
to a square plus b square means take modulus on both sides. So it is modulus of a plus iota b, property of modulus, into modulus of c plus iota d into so on, into modulus of, I'll write that also, into modulus of c plus e plus iota f, okay, into modulus of g plus iota h equal to modulus of a plus iota b, okay. That is root over a square plus b square, modulus formula, into root of c square plus d square, into root over e square plus f square, into root over g square plus h square, equal to root over a square plus b square. Right. You square both sides, squaring. This is your question now. So therefore, your question will be equal to what they are squaring both sides, a square plus b square. So your answer is a square plus b square. So root is there, then the answer is root of a square plus b square. Root is not there, it is like. On to the next question, number 8. Cos, if z is equal to cos theta plus iota sin theta, you can use Euler's formula also. Then z raised to 2n plus z raised to 2n, z raised to 2n plus 1 divided by z raised to 2n minus 1. What do? You straight away substitute, isn't it? That's not the method. Look, z is given as cos theta plus iota sin theta. Z is equal to. Immediately apply De Moivre's theorem. That is z raised to n. That is cos theta plus iota sin theta the whole raised to n. What is De Moivre's theorem? It is cos n theta plus iota sin n theta. Then what is 1 by z raised to n? It is z raised to minus n. That will be cos of n theta minus iota sin n theta. Cos theta plus iota sin theta raised to n, cos n theta plus iota sin n theta, De Moivre's theorem. Z raised to minus n. Now let us add z raised to n plus 1 by z raised to n. That will be, add the 2 cos n theta. These two will cancel. Z raised to n minus 1 by z raised to n. Subtract iota into 2 sin n theta. This is what we have. Okay. Now we will move on to the question. So what is the question here? Z raised to 2n plus 1 divided by z raised to 2n minus 1. Let us divide the numerator and denominator by z raised to n. Okay, so this will become z raised to n plus 1 by z raised to n divided by z raised to n minus 1 by z raised to n. See how quickly you have solved this question. This is 2 cos n theta divided by iota into 2 sin n theta. So 2 cancel, 1 by iota, that is minus iota, into cot of n theta, your answer. Minus iota into cot of n theta, C is your answer. Okay, we'll move on to the next question then. On to the next question, that is question number 9. If tan A and tan B are the roots of the quadratic equation, then tan of A plus B. What's the formula? Sum of the roots, tan A plus tan B equal to minus B by A, that is 4. Tan A into tan B means alpha into beta is equal to C by A, that's equal to 2. Now therefore, what do you want to calculate? You want to calculate tan of A plus B. What's the formula of tan of A plus B? That is tan A plus tan B whole divided by 1 minus tan A into tan B. Okay, what is tan A plus tan B? 4. By 1 minus 2, that is minus 4 is your answer. Your answer is D. Well, we'll move on to the next question then. Question number 10. This is cos of 9x minus cos of 5x whole divided by sine of 17x minus sine of 3x plus sine 2x divided by cos of 10x equals. You can substitute certain values for x and then find the answer also. Anyway, this is cos C minus cos D. Apply the formula cos C minus cos D. What's the formula? Cos C minus cos D. Minus 2 sine C plus D by 2. 9x plus 5x divided by 2 into sine C minus D by 2. 9x minus 5x divided by 2 divided by sine C minus sine D. That is 2 sine 17x minus 3x by 2. Sine C minus sine D.
2 sine c minus d by 2 into cos of c plus d by 2. 17x plus 3x by 2. Plus, this is what they are then, sine 2x whole divided by cos of 10x. This is really cos of 10x. Cos of 10x. Okay? Well, this 2 cancel. This will become what there? 14 by 2. 14 by 2 is what there? 7x. This is 20 by 10x. This is, look, this is 17 minus 3. That means what there? 14. 14 by 2. So these two cancelled. And you have sine of minus is there. 9x minus 5x, 4x by 2. That is minus sine 2x divided by, this is 20x by 2. Cos of what there then? 10x. Plus, you get the same term there, sine 2x divided by cos of 10x. That comes out to be what there? 0. Your answer is A. 0 is this. On to the next question, 11. Now on to this permutations and combination. Number of rectangles that can be formed by the lines x equal to m, y is equal to m, where m is an element from 0, 1, 2, 3, 4, 5, isn't it? So you have so many, x is equal to, what is that? X is equal to 0, you have 1. X is equal to what there then? 1. Like, so how many such lines are there then? You have this. And similarly, you have y is equal to 0, y is equal to 1, y is equal to 2, like that. You have this. So, we have, how many horizontal lines are there? Horizontal lines means 0, 1, 2, 3, 4, 5. There are 6 horizontal lines and there are 6 vertical lines. What do you want? Number of rectangles. Number of rectangles will be, take 2 from the horizontal, take 2 from the vertical. So that will become, number of rectangles will be equal to selection of 2 from the horizontal lines, selection and means into, selection of 2 from the vertical. So it will become 6C2 into 6C2. So selection of 2 from horizontal, this. What is 6C2? 6 into 5 by 1 into 2, the whole square. That means 15 square. That's equal to 225. So the answer is D. Now you should find the number of squares that can be formed, then number of rectangles other than squares, that all. So refer this question. The number of ways of distributing 10 identical objects, 10 identical objects, alike, identical objects among 5 persons. See, there are 5 persons like this. So we are going to distribute this. So that there is a condition, everyone should get at least one object. That means why? Everyone should get at least one object. See the secret formula. How many alike objects? 10. It will become 10 minus 1c. How many persons? There are 5. 5 minus 1. So it is 9c4. That's the answer. Where is 9c4? B is your answer. So that everyone should get at least one. On to the next. The value of A. So that the coefficients, this is binomial theorem, coefficients of x square and x cube in the expansion of 3 plus ax raised to n are equal. That means coefficient of x square equal to coefficient of x cube in 3 plus ax the whole raised to 9. To find coefficient of x, I don't take x at all, I take the rest then. What's this one? It will become x square means it will always be 9c2 into first, that is 3 raised to 9 minus 2 into ax the whole square. I don't write x, so a the whole square only, because we want only coefficient without x. That is equal to x cube. How do you get? 9c3 into coefficient, constant, 3 raised to what there? 9 minus 3 into ax the whole cube, a the whole cube. Well, fine. You can calculate, simplify. Alright, I take what there then? This is 9c2 divided by 9c3. I take this 9c3 to this side. Into, this is 3 raised to 7. Okay, into a square equal to, this will become what there? 3 raised to 6 into what there? A cube.
Look, this a square cancel, you got an a. 3 raised to 6 cancel, you got a 3 here. So you got straight away your a. So your a is equal to what there? 9c2 by 9c3, you know the formula. So, and previous discussion also I told you, this will become 3 divided by 9 minus 2 into 3. That means 9 divided by 7, your answer. A is equal to 9 by 7. So a is equal to 9 by 7, that's your answer D. You can simplify otherwise also 9 into 8 divided by 1 into 2. Here also 9 into like. You can simplify. Well, 6 coins are arranged in a row. The number of arrangements in which the number of tails is equal to the number of heads. Okay, 6 means there should be 3 heads as well as 3 tails. They should be arranged. How many objects are there? 6 objects. And what sort of objects? Are they different? No. 3 are alike of one kind and 3 are alike of the other kind, isn't it? 3 are. So 6 objects, 6 factorial. 3 are alike of one kind, that is 3 factorial into 3 factorial. That's the number of arrangements. Number of arrangements is equal to 6 factorial by. Actually, this is 6c3 really. That means what is 6c3? 6 into 5 into 4 divided by 1 into 2 into 3. This is cancel, you got 20. Therefore, there will be 20 arrangements with 3 heads and 3 tails. 6 equal number of heads and equal number of tails. On to the next. This is now coordinate geometry of 2 dimensions. Tangent at the vertex of the parabola is, so a parabola is like this. Tangent at the vertex is this. That is x is equal to 5. Rather, x minus 5 equal to 0 or x plus 0y minus 5. And the focus is that is yes, 3, 2. Then what do you want? Latus rectum. Latus rectum is 4a, we say. You know, a means this is vertex. This length is called a. Therefore, a is equal to perpendicular distance from focus to directrix. Remember, what's the formula? Modulus of. Substitute the point in the line. Modulus of ax1 plus by1 plus c divided by. So, x means 3. No y at all. Minus 5 divided by root over 1. Okay. So, 3 minus 2 modulus 2. Therefore, latus rectum is equal to 4a. That is 4 into 2. That's equal to 8. Look at the way it is solved. That is latus rectum is your option D. That is 8. On to question number 16. The latus rectum of an ellipse. Latus rectum of ellipse. Okay. Is half of its major axis, half into 2a, length of the major axis, the eccentricity of the ellipse is. What is latus rectum? 2 into b square divided by a equal to 2 cancel. This is length of the major axis. Latus rectum of an ellipse is half of its major axis. That is what it is. This is the formula for latus rectum. Major axis means 2a. So it will become a. That means a square is equal to 2b square. That's the relation you have. So what is eccentricity in no time? Your eccentricity is equal to root over a square minus b square divided by a square. That is root over 2b square minus b square divided by a square means again what there? 2b square. A square means 2b square. Look, 2b square minus b square by b square cancelled. You have root of 1 by 2 or simply 1 by root 2. That's lesser than 1. So the answer is A here. Okay, on to the next question then. Question number 17. The straight line y is equal to mx plus c touches the ellipse. Look, y is equal to mx plus c touches x square by a square plus y square by b square equal to 1 if c square is equal to a square m square plus b square. This condition you should know. So what's our m? M is equal to 4. What's our c? C is nothing but c. And what's the ellipse? Ellipse given here is x square by 4 plus y square simply means y square by 1 equal to 1. So your a square is equal to 4, your b square is equal to 1, substitute. C square equal to a square means 4 into m square, that is 4 square,
plus b square 1. That means 16 into 4, 64 plus 1, 65. Therefore, your C will be plus or minus root 65. Correct? Plus or minus root 65. On to the next, 18th one. If the center of the circle, is A comma B, what's the circle? X square plus y square minus 2x minus 2y minus 2 equal to 0. So the center is, what's the formula? Minus G comma minus F. Immediately you can write that is given as A comma B. What is this now? Seeing this equation, you know this is your 2G, this is your 2F. So you can take 1 comma 1. What do you want? A equal to 1, B equal to 1, or it's a question, A plus B is equal to 1 plus 1, that's equal to 2. So your answer is C. Right? We will move on to the next question. Question 19. The range of the set, statistics, range of the set of observations. These are the observations you can see. The observations are 2, 3, 5, 9, 8, 7. This. What's range? Range is equal to range. That is the biggest observation, big minus smallest observation. What's the biggest? 2, 3, 5, 9, 8, 7, 6, 5, 7, 4. The biggest is what there then? 9. And the smallest is what there then? 2. So it is 9 minus 2. That's equal to 7. Your answer B. That is 7. Okay. We'll move on to the next. That is, if A is equal to matrix. So A is equal to matrix alpha 2, 2 alpha. And determinant of A cube. What is the meaning of determinant of A cube? Determinant of A cube means determinant A, the whole cube. That's equal to 5 cube. That means determinant A is equal to what there? 5. Remember this formula. Determinant A cube is equal to determinant A, the whole cube. Now, what is determinant A from here? Determinant A from this. This means alpha square minus 4. So that is equal to 5. That means alpha square minus 4 is equal to 5 means alpha square is equal to 9. What is your alpha? Alpha is equal to plus or minus 3. Plus or minus root 9. So the answer is C here. Well, on to the next. That is delta is equal to, this is a very common determinant. You know the formula. Determine 1, 1, 1, A, B, C, A square, B square, C square equal to K times A minus B into B minus C into C minus A. You know, this is A minus B into. So the value of K is equal to 1. Everybody knows it. You know how to solve. But I tell you, you can substitute A is equal to 0, B is equal to 1, C is equal to 2. We just substitute and calculate. So it is 1, 1, 1. A is 0, B is 1, C is 2, A square 0. And afterwards, what do you have here? B square 1, this is 4, equal to K into, what's your A? 0 minus 1 into what's your B? 1 minus 2, B minus C, 1 minus 2 into C minus A, 2 minus 0. Alright, this is very simple. Now it is 4 minus 2, that is 2. Expanding return, K into, what is here? This is minus 1, 1, 2. That is what there? 2. This means K is equal to 1. Even if you do not know the result, you have the answer. Next. The point equidistant from, now this is 3-dimensional geometry, point equidistant. What are the point? 1, 2, 3. Next is 1, 0, 0. Next is 0, 2, 0. Next is 0, 0, 3. There are 4 points, points equidistant from, definitely that is the center of the sphere. Sphere is not in the syllabus. That's why the equation is what there, equidistant. You should find a point distance formula. Now I give you a secret. Say what's the x coordinate? 1. 1. Okay, rest are 0. Y coordinate you see 2. Here 0. Okay, 2. Okay. So wherever y coordinate, it should be 2 or 0. What's the z coordinate? That is 3. Alright, these are all 0. This is fine. Then that point, required point will be, look, 1 by 2, 2 by 2, 3 by 2. Keep this in mind. If it is A, B, C, A 0, 0, like that it is A by 2. What's the answer now? 1 by 2, 1, 3 by 2. That's the secret. 1 by 2, 1, 3 by 2, you have the C. Point equidistant from 4 points. Well, on to the next. The line
this is symmetrical. Line is x minus 2 by 1 equal to y minus 3 by 1 equal to z minus 4 by k. And the second line is x minus 1 by k equal to y minus 4 by 2 equal to z minus 5 by 1 are coplanar. What's the condition for coplanarity? Determine or a1 minus a2 dot b1 cross b2 is equal to 0. That is, determine what are the points x, y, z. Okay, this is 2, 3, 4. That's the point. What's the point from here? It is 1, 4, 5. So this is really called vector a1. This is really called vector a2. So a1 minus a2 you should tell. 2 minus 1, that is 1. 3 minus 4, that is minus 1. 4 minus 5, that is minus 1. Then you take this as denominator, that is b1, b2. What's the formula I told you? a1 minus a2, shortest distance should be 0, dot b1 cross b2 should be equal to 0. That's the condition. So that's a determinant, box product. Then 1, 1, k, denominators of this. This is k to 1 equal to 0. So you simplify, this will become 1 into 1 minus 2k. Plus 1, because there is minus 1, into this 1 minus k square, minus 1 into this one, 2 minus k equal to 0. Simplify, 1 minus 2k plus 1 minus k square minus 2 plus k equal to 0. That means 1 and 2, this is cancelled, this 1 cancelled, this is minus k square equal to 0. Let me write here. So it is k plus k square equal to 0. That is k into k plus 1 equal to 0. You have k is equal to 0 or k is equal to minus 1. K is equal to 0, k is equal to minus 1. 0 minus 1. Well, this D. D is your answer. K is equal to 0 or k is equal to minus 1. Well, we will move on to the next question. The shortest distance between the lines. What are the lines? You know the formula of shortest distance, isn't it? So R is equal to A plus T into vector B. And the second line is R is equal to A plus S into vector C. And so many conditions. Observe the question. Both the lines are passing through the point. This is the point. Okay. That means the two given lines are what they are? Intersecting. If the lines are intersecting, the perpendicular distance is equal to what they are? 0. Nothing to solve. So your answer is 0. The two lines are intersecting A and A. So that intersecting, the distance is 0. Otherwise, what's the formula for the shortest distance? Modulus of A1 minus A2 dot B1 cross B2 divided by modulus of B1 cross B2. That way you have to solve. Fine. A spherical balloon is expanding. If the radius is increasing at the rate, means you have dr by dt is equal to 2 centimeter per minute. The rate at which volume increases, spherical sphere, V is equal to 4 by 3 pi r cube, volume of the sphere. When the radius is equal to 5, fine, we will differentiate. So dV by dt, differentiate with respect to time. So 4 by 3 pi into 3 r square into dr by dt. This 3 cancelled. Okay. Now dV by dt is equal to, let us substitute, 4 pi r square into dr by dt is given. How much is that? 2. Alright. Now what do you want? When the radius is 5. Therefore, your dV by dt at t at r is equal to 5. That means already it is 8 pi into r square is 5 square. That means 25 into 8 means for 200 pi. 25 into 8, that is 200 pi in cubic centimeter per minute. Well, we move on to the next. If the square bracket function stands for the greatest integer function, limit x tends to 1, integral part of x minus 1. So limit x tends to 1, integral part of x minus 1. So what do? We have to evaluate the left limit as well as the right limit. You know, so we will evaluate the left hand limit first, left limit. What is it? Limit h tends to 0, replace x by 1 minus h.
1 minus h minus 1. That is equal to limit h tends to 0, it is 0 minus h. You know integral part of 0 minus h is 0 minus 1, that is minus 1. N minus 1 formula. Okay, then on to the next means the right limit. We calculate right limit. That is limit h tends to 0. For the right limit, replace x by 1 plus h. So it is 1 plus h minus 1. This is equal to limit h tends to 0. It is 0 plus h. What is 0 plus h integral part? That is 0. That's equal to 0. So what's the conclusion? Left limit not equal to right limit. Therefore, the limit does not exist. Limit does not exist. Okay, so D, limit is not existing. All right, limit is not at all existing. We'll move on to the next question. The abscissa means x coordinate, of the points where the tangent to the curve, this is the curve. The curve is y is equal to x cube minus 3x square minus 9x plus 5 is parallel to the x-axis. What's the property of a line parallel to the x-axis? They are called horizontal lines. The slope will be 0. What is the slope in calculus? That means slope of the tangent is dy by dx. All right. So tangents are parallel to the x-axis means the slope should be equal to what there? 0. Slope here, it is dy by dx should be equal to 0. Well, differentiate, find dy by dx. 3x square minus 3 into 2x minus 9 equal to 0. Cancel a 3. X square minus 2x minus 3 equal to 0. You know, this is a minus b plus c equal to 0. You can solve, either factorize or apply the quadratic formula there then. So your x will be equal to minus 1 comma 3. So minus 1 comma 3, that means a is equal to, these are the points, abscissa. X is equal to minus 1 or x is equal to 3. That will be the answer. Or you apply x is equal to minus b plus or minus root of b square minus 4ac divided by 2a either. Or you factorize, this will become x plus 1 into x minus 3 equal to 0. That way also. Any one of the method which is comfortable to you. Well, on to the next. Area bounded by the curve y is equal to root of 4 minus x square. You should remember, you know this curve, this is the upper part of the semicircle. How do we know? This is y is equal to root over 4 minus x square. You simply square it. Y square is equal to 4 minus x square. All right. So that means x square plus y square equal to 4. I don't use any integration. So I'll simply draw the figure there then. This means what there? Here is minus 2, here is plus 2, and y is root, y should be positive, your graph will be like this. This is circle. And what's the radius here? Radius is 2, this also 2. What's the area of this region? It's the area of the semicircle. Required area is equal to area of the half into pi r square. Alright, that's equal to half into 4 pi. That means 2 pi is the answer. The answer is again 2 pi a. Now we move on to the next one. That is 29th question. The value of integral x into log x. You know the formula? I think I advise you to remember this formula. X raised to n into log of x dx. Integration by parts you apply. You will be getting x raised to n plus 1 divided by n plus 1 into log x minus x raised to n plus 1 divided by n plus 1 the whole square plus c. That will be the answer. Those who know this answer, this formula, you can easily write the answer. The answer will be D. Anyway, I'll solve it. I integral x into log x, I late. So we will write it as I late inverse log then. So it is log x into x dx. We apply integration by parts. First into log x into x square by 2 minus integral derivative of the first 1 by x into x square by 2 dx. Alright, first into integral of the second minus integral derivative of the first into integral of the second. So this is equal to x square by 2 log x
minus this x and x cancel. 1 by 2 into integral of x dx. What is integral of x dx? So x square by 2 logarithm of x minus 1 by 2 into x square by 2 plus c. 1 by 2 into x square by 2 means what? X square by 4. That's why x square by 2 log x minus x square by 4 plus c. So any question of this sort, x raised to n log x, remember here n is equal to 1, x square, this is n plus 1, x square, x raised to n plus 1. So x square by 2 log x minus x square by 2 square. That will be the answer. Well, we move on to the next. That is the value of limit x tends to 0. This limit, you have to apply Leibniz formula. So this is limit x tends to 0, integral 0 to x square, sine of root t divided by x cube is equal to. When we put x equal to 0, integral 0 to 0, therefore this is 0 by 0 form. This is 0 by 0. X is also 0. So we are applying Leibniz rule. What is Leibniz rule? That means we are applying L'Hospital rule here. That means 0 by 0, derivative of the numerator by derivative of the denominator. How do you differentiate the numerator? That is Leibniz rule. So it is limit x tends to 0. Substitute the upper limit in place of the variable. Upper limit is, that is sine of root of x square into derivative of the upper limit, that is 2x. Then lower limit is a constant, so that will become 0. Minus, apply the same, divided by derivative of the denominator, that is 3x square. Okay, 1x will be cancelled, fine. So what is this now? This is limit x tends to 0, sine of x divided by x into 2 by 3. You know limit x tends to 0, sine x by x as 1. And this is 1 into 2 by 3. Your answer is 2 by 3. That is B. Well, we move on to the next question then. 31. That is integral 2 e raised to x plus 3 e raised to minus x divided by 3 e raised to x plus 2 e raised to minus x dx. Fine. Now, what is the method? The method is this. Numerator should be written as a into denominator plus b into derivative of the denominator. Alright. And what will be the answer? Integral will always be a into x plus b into logarithm of the denominator. That is 3 e raised to x plus 2 e raised to minus x plus c. Look, here the answer given is in the same form, plus c. Integral. So, b into log of 3 e raised to x plus 2. Well, how do we solve this one? You have to take 2 e raised to x plus 3 e raised to minus x. That's a numerator. Equal to a into denominator 3 e raised to x plus 2 e raised to minus x plus b into derivative of the denominator 3 e raised to x minus 2 e raised to minus x. Okay. Now we have to equate the coefficients. Equating the coefficients of e raised to x. Okay, so 2 will be equal to 3a plus 3b. What I do, I write a plus b is equal to what there? 2 by 3. Similarly, equating coefficients of, here also coefficients of e raised to minus x. Well, this is 3 e raised to minus x. So we have 3 is equal to 2a minus 2b. That means a minus b is equal to what there then? 3 by 2. Well, add means 2a will be equal to 2 by 3 plus 3 by 2. Your a will be equal to 1 by 2 into 2 by 3 plus 3 by 2. Right. Calculate 4 plus 9. That is 1 by 2 into 4 plus 9, 13 by 6. Alright. So it is your a. We want a. A will be equal to 13 by 12. So your answer. A is equal to 13 by 12. C is your answer. And the class also, I have told you a secret, that also you can apply. So this is the method of solving it. Well, a natural number x is chosen at random. Now, from calculus to probability, natural number x is chosen from first 100 natural numbers. So your n will be equal to 1, 2, 3, etc. up to 100. Therefore, probability n will be number of sample points, that is 100. The probability that x plus the number plus
100 divided by x is greater than 50. There are methods, you know. So anyway, I apply a simple method here. So x number plus 100 by the number greater than 50. All right, x can be 1 because 1 plus 100 by 1. X can be 2, 2 plus 100 by 2. That means 2 plus 50 greater than 50. No problem. What about 3? 3 plus 100 by 3. That means 300 by 3 is 33. 33. No, 2 I cannot. Then I'll move on to the half of this fellow. So all right, I can write 50. 50 plus 100 by, okay, now I come back. 51 onwards, that's true. Come back. 49 I take. 49 means 49 plus 100 by 49, that is 2 more, 2 point something. So 49 plus 2 point something, more than 50. Oh, 49, okay. Now I come back again. 48. 48 plus 100 by 48. 48 plus 2 point something. Oh, that's also fine. Now again, previous one. 47. 47 plus 100 by 47. 47 plus 2 point something. It is 49. Not greater than. Well, fine. Up to 100. Well, your m will be equal to 2 plus. What are these two? 1 and 2. Then the natural numbers from 48 to 100. 48 to 100. How many numbers are there from 48 to 100? 100 minus 48 plus 1. Don't forget that plus 1. 100 minus 48 is what they are then? 52. 52 plus 1? 53. There will be 53. That is 55. Now you have your probability. What's your probability here? Probability P is equal to m divided by n. That means your 55 divided by 100. So your probability will become what there? 11 divided by 20. 1 5 we cancel. 11 divided by 20. A is your answer. Right. We'll move on to the next. 33rd question. From a well-shuffled deck of 52 cards, 2 cards are drawn one by one without replacement. If nothing is also mentioned, we take it as without replacement. 2 cards are drawn, means 2 cards are drawn without replacement. The probability that both are aces. So probability that both the cards are aces. Okay. Now what is this probability here? The card has got 4 aces and 48 non-aces. That's the way I take. Right. Both are aces. The first is an ace, 4 divided by 52. And I have taken that ace into my pocket. Now again I go and take because I have not replaced the card. Well, so I do take the next, means how many are left? How many aces are there? 3 divided by what there? 51. You have the answer. So 4 by 52, 1 by 13, 3 by 51, 1 by 17. That is 1 by 221, your answer. That is C is your answer. Well, on to the 34th question. Again probability. A and B are events such that P of A is equal to 0.42, P of B is equal to 0.48, PA intersection B is what is PA plus B? PA plus B means PA union B. That's probability of A union B or A or B. That's equal to probability of A plus probability of B minus probability of A intersection B. That's straight question. 0.42 plus 0.48 minus 0.16. That means 0.9 minus or 0.16 you can write. That is equal to 0.74. 0.74. Correct? Or you can write this is 0.42 and this will become what, that 0.32, 0.74. So the answer is this. We'll move on to the next. If the circle x square plus y square plus 2gx, fine, plus 2fy plus g equal to 0, touches the y-axis, What's the formula? If the circle touches, it is always f square is equal to c. That's the formula. If the general circle touches the y-axis, if f square is equal to c. So that means, what is our f square? That is f square only. What's our c? G. So your condition here is, this should have been c. So f square is equal to g. What do you want? Then what is g? G is equal to f square, or f square is equal to g. P is your answer. We'll move on to the next. The angle between the two lines, so and so. What are the lines? Angle between, you know, M1
Calculate the slope of the first line, calculate the slope of the second line, m1 and m2. Then tan theta is equal to modulus of m1 minus m2 by 1 plus m1 m2. So line 2x minus y equal to 5. Therefore, your m1 is equal to 2 minus coefficient of x divided by coefficient of y. Or you write the equation y is equal to mx plus c. Now the second one is x minus 3y plus 4 equal to 0. Your m2 is equal to what there? 1 by 3. Y is equal to mx plus c or minus coefficient of x. Now what if theta is the angle between the two lines? What will be tan theta? Modulus of m1 minus m2 divided by 1 plus m1 m2. You have a 2 minus 1 by 3 divided by 1 plus 2 into 1 by 3. What is 2 minus 1 by 3? That will become 6 minus 1, 5 by 3 divided by 3 plus 2. That's also 5 by 3. That's equal to 1. Therefore, your theta is equal to pi by 4 or 45 degree. Pi by 4 radian or 45 degree. Your answer is A. We move on to the next question, 37. If the eccentricities of the ellipse and the hyperbola are reciprocals to each other, that means eccentricity of the ellipse is E. Eccentricity of the hyperbola I take capital E. They are reciprocals to each other means 1 divided by capital E. So 1 divided by capital E, what you can do? You can square them because the formula is in root. So what is the eccentricity of this? That is root over 4 minus 3 divided by 4. Look at this ellipse and then write. That is equal to reciprocal. What will this will be root in order to avoid that one I have. Anyway, reciprocal this will become what there then? Here it will become 64 divided by, that means this is also root under the root, 64 plus b square under the root. Okay? Eccentricity of the ellipse is root of a square minus b square by a square. Eccentricity of the hyperbola is root of a square plus b square divided by a square. I take these capital letters there. Okay, reciprocal means this a square will be there. So square there, root is gone. This is 1 by 4 equal to 64 divided by 64 plus b square. Now you calculate please. How do we calculate? You need not multiply. Just check my step. This is 64 plus b square equal to 4 times 64. Alright. If I remove this one, minus 64. Means 4 times 64 minus 1 times 64. 3 times 64 is your b square. So b square is equal to 64 into 3. 192. Your b square you want to calculate. So it is 192. B square is 192 and your answer A. Well, we move on to the next, that is 38th question. The distance of the point 3, 2 to the line. What's the formula? Distance formula is equal to modulus of ax1 plus by1 plus c divided by root of a square plus b square. Substitute the point at the line. So that is modulus of 3 minus 4 minus 3. This 3 should be taken to. Your line is x minus 2y minus 3 equal to 0. X is 3 minus 4 minus 3 divided by root over 1 plus 4. 3 and 3 cancel. So you get 4 divided by root 5 as your answer. This is your 4 divided by root 5. Well, we move on to the next. That is the 39th one. So integral, I take the integral I is equal to integral 0 to 1 x into 1 minus x raised to 99 dx. Now, note this question, very probable one. Similar, what it can be. So, this is equation number 1. I say also by property, applying the property. What is that? I is equal to replace x by upper limit plus lower limit minus x. Upper limit plus lower limit minus x means 0 plus 1. So, it is integral 0 to 1. 1 minus x will be here. Okay, this will become what there? 1 minus x, the whole raised to 99 dx. Replace x by upper limit plus lower limit minus x. Okay, this is equal to integral 0 to 1, 1 minus x into, this is 1 minus 1, cancel, plus x raised to 99. Look how simple the integral is. Integral 0 to 1, x raised to 99 minus x raised to 100 dx. Now, what's the integral of x raised to 99? X raised to 100 divided by 100 minus x raised to 101 divided by 101 within the limit 0 to 1.
Apply the upper limit. 1 by 100 there, minus 1 divided by 101 minus 0. So 101 minus 100, that's equal to 1. Divide by 101 into 100. So it will become 101 hundreds. So 1 divided by 10100. 1 divided by 10100, that is this your answer, A. And finally, we move on to the 40th question and the last one. The integrating factor of this differential equation. So linear differential equation. dy by dx equal to 2y by x plus x square. That's a given differential equation. So dy by dx plus py is equal to q. So we will rewrite dy by dx, okay, plus py. Transfer this to this side. Minus 2 by x into y equal to x square. So this is your p. We want integrating factor. What's integrating factor? E to the power integral p dx. Don't forget to take this sign. Minus 2 by x dx. So e to the power, what is the integral of minus 2 by x? Minus 2 log x. Okay? That is equal to e to the power 2 log x. We write e to the power logarithm of x raised to minus 2. The answer is x raised to minus 2. What is x raised to minus 2? That is 1 by x square. The integrating factor is 1 by x square. With this, we come to the end of what they are then 40 questions within 1 hour. Okay? Thank you. I wish you all the best. God bless. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.